കഥ പറയാൻ തുടങ്ങി നേരിച്ചിട്ട് ഒറ്റ മിനിറ്റിൽ തീർക്കാം. ചെറിയ കഥയാണ്. ഒരു നാട്ടില് വളരെ ബുദ്ധിമാനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ആളുകൾ ഈ സന്യാസിയെ കാണാനും വരാനും അവരോട് സംസാരിക്കാനും പല ഉപദേശ നിർദ്ദേശങ്ങൾ വാങ്ങാൻ അവരുടെ ലൈഫ് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി കൗൺസിലിംഗ് പോലെയൊക്കെ ഈ സന്യാസിയുടെ അടുത്ത് ഒരുപാട് ആളുകൾ വരുമായിരുന്നു. അപ്പൊ ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരന് ഈ സന്യാസിയോട് ഒരു അസൂയ തോന്നി. ഈ സ്വാമിക്ക് എന്താ ഇത്ര വലിയ കഴിവ്, ഇത്രയധികം ബുദ്ധിമാനാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സന്യാസിയുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ ഈ സന്യാസിയുടെ അടുത്ത് വന്ന് തന്റെ കൈമുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ കൈമുഷ്ടിയിൽ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, പൂമ്പാറ്റയുണ്ട്, ഇത് ചത്തതാണോ ജീവനുള്ളതാണോ എന്ന് ചോദിച്ചു. പൂമ്പാറ്റ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ബട്ടർഫ്ലൈ. ഈ ചെറുപ്പക്കാരൻ തന്റെ കൈമുഷ്ടി ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് ഈ സന്യാസിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, ഇത് ചത്തതാണോ ജീവനുള്ളതാണോ? അപ്പൊ സന്യാസി ഒരു നിമിഷം ആലോചിച്ചു, എന്താ പറയാ ഈ ചങ്ങായിയോട്, എന്നെ പരീക്ഷിക്കാൻ വന്നതാണെന്ന് സന്യാസിക്ക് മനസ്സിലായി. അപ്പോ സന്യാസി ഒരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരം ശരിയായിരുന്നു. എന്തായിരിക്കും ആ ഉത്തരം? സന്യാസി പറഞ്ഞ ഉത്തരം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സന്യാസി പറഞ്ഞ ഉത്തരം ശരിയായിരുന്നു. എന്തായിരിക്കാം ആ സന്യാസി പറഞ്ഞ ഉത്തരം? ആർക്കെങ്കിലും ഊഹിക്കാൻ? മരിച്ചതാണ് എന്ന് പറയുമ്പോ സന്യാസി അല്ല എന്ന് പറഞ്ഞിട്ട് ആ പൂമ്പാറ്റയെ ജീവനോടെ വിടും. അപ്പോ സന്യാസിയുടെ ഉത്തരം തെറ്റും. രണ്ടും ആവൂലല്ലോ, ഒന്നെങ്കിൽ ജീവനുള്ളത് അല്ലെങ്കിൽ ചത്തതല്ലേ ആവൂലു. അപ്പൊ ഞാൻ അധികം സമയം കളയുന്നില്ല. സന്യാസി പറഞ്ഞത് അതിന്റെ ജീവൻ നിന്റെ കൈകളിലാണ് എന്നായിരുന്നു. ഇപ്പോ സന്യാസി ജീവനുണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പതുക്കെ ഞെരിച്ചിട്ട് കൊന്നിട്ട് അല്ല ചത്തതെന്ന് പറയും. ജീവനില്ല എന്ന് പറഞ്ഞെങ്കിൽ തുറന്നു വിട്ടിട്ട് അല്ല ജീവനുണ്ട് എന്ന് പറയും. രണ്ടുത്തരം പറഞ്ഞാലും സന്യാസി തോക്കും. അപ്പൊ ഈ കഥ എന്തിനാണ് ഇവിടെ ഒരു ലഹരിക്കെതിരെയുള്ള ട്രെയിനിങ് എടുക്കാൻ വന്ന ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാല്, ഇന്നത്തെ വർത്തമാനകാല വിശേഷമൊക്കെ അറിയാലോ. അപ്പോ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതവും നിങ്ങളുടെ കൈകളിലാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അപ്പൊ തുടങ്ങാല. എൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. ഞാനിവിടെ കാസർഗോഡ് തന്നെയാണ്. ഇവിടെ തൊട്ടടുത്ത് താലൂക്ക് ഓഫീസിന് മുന്നിൽ സാന്ദ്ര ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറി നടത്തുകയാണ്. ഇതെന്റെ പാഷനാണ്. JCയുടെ ട്രെയിനറാണ്. ഞാൻ താമസിക്കുന്നത് ഇവിടെ കാസർഗോഡ് തന്നെയാണ്. അടുക്കത്തുവയൽ താളിപ്പടപ്പ് ഗ്രൗണ്ടിന്റെ അടുത്താണ്. അപ്പോ നമ്മുടെ വിഷയം ലഹരിയും അക്രമവും പുതിയ യുവാക്കളിൽ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ പത്രങ്ങളിലും TV-യിലും ഒരുപാട് നെഗറ്റീവ് ന്യൂസ് വായിച്ച് മനസ്സ് മടുത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ അങ്ങനത്തെ കുറെ ന്യൂസോ വീഡിയോസോ ഒന്നും ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറെ നെഗറ്റീവ് വീണ്ടും വലിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്. ഇതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിലാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ് ഒരുപാട് നടത്തണമെന്ന്. അതായത് അച്ഛനും അമ്മയും പറഞ്ഞാലും മക്കൾ കേൾക്കുന്നില്ല, അധ്യാപകർ പറഞ്ഞാലും കേൾക്കുന്നില്ല, പോലീസുകാർക്കും ചെയ്യുന്നതിന് പരിധിയുണ്ട്. പോലീസൊക്കെ ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ്. ഈ 2 മാസത്തിനിടെ തന്നെ 1000കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. പല സ്ഥലത്തും ജനങ്ങൾ തന്നെ സ്ക്വാഡായി ആളുകൾ സ്ക്വാഡ് രൂപീകരിച്ചിട്ട് ജനങ്ങൾ തന്നെ ഈ മാതിരി ലഹരി ഇടപാടുകൾ നടത്തുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നൊക്കെ ഫ്ലക്സ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഫോർട്ട് കൊച്ചി നിറയെ അവിടെയൊക്കെ ഭയങ്കര ഡ്രഗ്സിന്റെ കച്ചവടം നടക്കുന്നില്ലേ, വിദേശികളൊക്കെ വരുന്ന ടൂറിസ്റ്റ് സെന്റർ ആയത് കാരണം അവിടെയൊക്കെ 100 കണക്കിന് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് ഇടപാടുകൾ കണ്ടാൽ നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ എല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഡ്രഗ്സും വയലൻസും, അതായത് നമ്മളിപ്പോ പുതിയ തലമുറ ഉണ്ടല്ലോ, നമ്മള് ന്യൂജന ഇപ്പം പുതിയ ഭാഷയിൽ സർജൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കഴിവുകളുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രത്യേകതകൾ, നല്ല കാര്യങ്ങൾ, നെഗറ്റീവ് അല്ല ചോദിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള പ്രത്യേകതകൾ പറയാൻ പറ്റുമോ? നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ഇത് ക്ലാസ് അല്ല, ഞാൻ ഒന്നും പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. വേണം പറഞ്ഞത് മൊബൈലിൽ ഭയങ്കര എക്സ്പെർട്ടാണ്. അവർ ഭയങ്കര സ്മാർട്ടാണ് എല്ലാ കാര്യത്തിലും.
വളരെ ഇന്റലിജന്റ് ആണ്, വളരെ ബോൾഡ് ആണ്, എല്ലാറ്റിനും ഭയങ്കര ധൈര്യമാണ്, ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഒന്നിനെ കുറിച്ചിട്ട് ഭാവിയെ കുറിച്ചൊന്നും ഒരു പേടിയില്ല. പണ്ടൊക്കെ ഒരാൾ ഏതെങ്കിലും ഒരു മരമില്ലോ മറ്റോ ചെറിയൊരു ശമ്പളത്തിന് ജോലിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കുന്നവരെ ആ ജോലി തന്നെ ചെയ്യുക. ചിലപ്പോൾ അയാളെ തലമുറ കഴിഞ്ഞിട്ട് മകൻ ആ ജോലി കിട്ടുന്നില്ല. പക്ഷെ ഇന്നത്തെ IT കുട്ടികളൊക്കെ 6 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ പോലും കമ്പനി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ജോലി രാജിവെച്ചിട്ട് വേറൊരു പുതിയ ജോലി കിട്ടുമോ, എന്തെങ്കിലും ആയിപ്പോകുമോ എന്നുള്ളൊരു ഭയമൊന്നുമില്ല ജോലി മാറുന്നതിന്. അപ്പോൾ ഒന്നിനെ കുറിച്ചിട്ട് അവർക്ക് ഭയമില്ല. അവർ ഭയങ്കര ഡിജിറ്റലൈസ് ആണ്. കമ്പ്യൂട്ടർ, മൊബൈൽ, അങ്ങനത്തെ കാര്യങ്ങൾ അവർ ജന്മനാ പഠിക്കും. ഇപ്പൊ നമ്മളൊരു 50 വയസ്സുള്ള ഒരാള് പുതിയൊരു മൊബൈൽ വാങ്ങിച്ചാൽ അതിന്റെ പല കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 5 വയസ്സുള്ള കുട്ടീന്റെ കയ്യിലാന്ന് ചോദിക്കുക, അല്ലെ ഇതെങ്ങനെ ചോദിച്ചാൽ കുട്ടികൾ പറഞ്ഞു തരും. നമുക്കാണെങ്കിൽ അത് പഠിക്കണം. പണ്ട് 10-30 വർഷം മുമ്പേ മൊബൈലൊക്കെ ഇറങ്ങിയ സമയത്ത് നോക്കിയോന്റെ മൊബൈലൊക്കെ വരുമ്പോൾ അതിലൊരു കാറ്റലോഗ് ഉണ്ടായിരുന്നു. പണ്ടത്തെ പോലെ ഇന്ന മെനുവിൽ പോയിട്ട് ഇന്ന മെനു ഞെക്കണം എന്നുള്ള പോലെ. ഇപ്പൊ അങ്ങനെ ബുക്കൊന്നും വരുന്നില്ല, കാറ്റലോഗ് ഒന്നും വരുന്നില്ല. ഈ ജനിച്ചു വീഴുന്ന കുട്ടികള് ഒരു മെനു തന്നെ ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോഴാണ് അടുത്ത മെനു വരുമ്പോൾ. നമുക്കത് അറിയില്ല, അത് ഞെക്കാനേ വരും. നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല, അറിയുന്നില്ല, ഒന്നും പറഞ്ഞു മോനെ മക്കളെ ചോദിക്കും. അപ്പൊ മക്കൾക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അവരെ ബ്രെയിനിൽ വന്ന മാറ്റാണ്. അവര് ഭയങ്കര സ്പീഡാണ്, അല്ലെ? ഈ പെൺകുട്ടികളടക്കം വിദേശ രാജ്യങ്ങളിലൊക്കെ ആദ്യമായിട്ട് പോകുന്നതിനൊന്നും ഒരു പേടിയില്ല. അപ്പൊ ഇങ്ങനെയെല്ലാം ഒരുപാട് പോസിറ്റീവ് കഴിവുകൾ ഉണ്ടെങ്കിലും ഇവർക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ഒരു തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു കഴിവ് ഇല്ലാതെ പോകുന്നു. അപ്പൊ എല്ലാവരും ഈ അവസ്ഥക്ക് ഇങ്ങനെ പരസ്പരം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആരാണ് ഈ അവസ്ഥക്ക് കാരണക്കാർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. അപ്പൊ നമ്മളിവിടെ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും അല്ല, വാദിക്കാനോ ജയിക്കാനോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ അറിയാനോ അറിയിക്കാനോ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇന്നത്തെ ഈ സിറ്റുവേഷനെ ഈ കുട്ടികൾ എങ്ങനെയായിപ്പോയി ഞാൻ ചോദിക്കുന്നത്. ഈ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ അങ്ങേയറ്റം നിഷ്കളങ്കരായ കുട്ടികൾ ഇന്ന് 1 പറഞ്ഞ് 2 പറഞ്ഞ് മുട്ടിയെടുത്തിട്ട് 4 ആളെ 5 ആളെ തലക്കടിച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവാൻ ആരാണ് ഉത്തരവാദി? എന്തൊക്കെയായിരിക്കും അതിന്റെ കാരണങ്ങൾ? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഒരു തുറന്ന ചർച്ച, സംവാദം. ഞാൻ ഒന്നും പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. പ്ലീസ് നിങ്ങൾ ഓരോ ആൾക്കാരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഒരാൾക്ക് അറിയുന്ന കാര്യം വേറെ ആൾക്ക് അറിയുന്നുണ്ടാവില്ല. ഉറക്കെ പറഞ്ഞാലും മതി, കോഡ്ലെസ് മൈൻഡ് ഇല്ല. പേരൻസിന്റെ ഭാഗത്തുനിന്ന് കുട്ടികളിലുള്ള അമിത വിശ്വാസം, അവരുടെ കുട്ടികൾ നല്ലവരാണ് എന്നുള്ള അമിത വിശ്വാസം ഓരോ പേരൻസിനുണ്ട്. അത് ഒരു പരിധി വരെ ദോഷമാണ്. കാക്കക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞി എന്ന് പറഞ്ഞ പോലെ എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കും. നമ്മൾ ഈ പത്രത്തിൽ കാണുന്നില്ല അതെല്ലാം മോശം കുട്ടികളാണ്, എന്റെ കുട്ടി നല്ല കുട്ടിയാണ് എന്നുള്ള പോലെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിൽ വഴി തെറ്റാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്, അല്ലെ? വേറെ മറ്റ് എല്ലാരും പറയണേ, അവിടെ തന്നെ പറഞ്ഞാലും മതി. ഇപ്പോ പൊതുവെ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികള് കൂട്ടുകെട്ടിലാണ് ചീത്തയാകുന്നത്, സുഹൃത്തുക്കൾ കൊണ്ടാണ് ചീത്തയാകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന 2 കാര്യങ്ങളാണ്. വീട്ടുകാർ പറയും കുട്ടികളൊപ്പം കൂടിയിട്ടാണ് ചീത്തയാകുന്നത്. പക്ഷെ മൊത്തത്തിൽ എല്ലാവരും പറയുന്നത് പേരന്റിങ്ങിന്റെ വളർത്തുന്ന വീട്ടിലെ ദോഷമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് പറയുന്നത്? സാമ്പത്തികമായിട്ട് ആവുന്നതാണെങ്കിൽ നമ്മളത് കുട്ടിക്കാലത്തെ നമ്മളത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പേരൻസ് ആണ് എല്ലാ പേരൻസും. ആവുന്നതാണെങ്കിൽ വലിയ മോഹങ്ങൾ പറയുന്നത് നമ്മൾ ഒപ്പിലൊതുങ്ങുന്നതാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അവരുടെ വാശിക്ക് നമ്മൾ കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ചെറിയ കുട്ടി വിശക്കുമ്പോൾ പാല് കിട്ടാൻ വേണ്ടിയിട്ട് കരഞ്ഞിട്ടാണ് ഈ സംഭവം തുടങ്ങുന്നത്. വാശി പിടിച്ചാൽ കിട്ടും, കരഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ് കുട്ടീന്റെ ബ്രെയിനിൽ ഉള്ള ഒരു ഐഡിയ. അപ്പൊ ആ കുട്ടി വലുതായി കഴിഞ്ഞാലും ഓരോരോ ആവശ്യത്തിന് ഇങ്ങനെ കരയും അല്ലെങ്കിൽ ബഹളം വെക്കും. അപ്പോൾ ബഹളം വെക്കുമ്പോൾ തൽക്കാലം ബഹളം നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ അനാവശ്യമാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കരുത് എന്നും കൂടി പറയുന്നത്. കാരണം എല്ലാ കാര്യം എന്ത് പറഞ്ഞാലും കിട്ടും എന്ന് കുട്ടിക്ക് തോന്നിയാൽ ഭാവിയിൽ അത് കിട്ടാത്ത അവസ്ഥയാകുമ്പോൾ മോശം. പിന്നെ വേറെ വീടുകളിൽ പേരന്റിങ്, അച്ഛനും അമ്മയും ഒന്ന് നമ്മൾ ജനിക്കുന്നത് മുതൽ നോക്കാം. ഇന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. ഭാര്യ ഭർത്താവ് 2 പേരും ജോലിക്ക് പോയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂടുതലായിട്ടും സ്ത്രീകൾ ജോലിക്ക് പോകുന്നു. അത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ കുട്ടി
ഈ മുലപ്പാൽ കുടിച്ച് വളർന്നാണ് അതിന്റെ എല്ലാവിധ ശാരീരികവും മാനസികവും ബ്രെയിനൊക്കെ ഡെവലപ്പ് ആകുന്നത്. അപ്പൊ ഒരു 1.5-2 വയസ്സ് വരെയെങ്കിലും കുട്ടിക്ക് മുലപ്പാൽ കിട്ടണം. പക്ഷെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ സാധാരണ 3-4 മാസം കഴിഞ്ഞാൽ ജോലിക്ക് പോയേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കൂല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് കുട്ടീനെ ഡേ കെയർ സെന്ററിലാക്കും. അത് പൈസക്ക് വേണ്ടിയിട്ട് കുട്ടീനെ നോക്കുന്നതാണ്. അപ്പൊ കുട്ടിക്ക് ആ കരുതലും സ്നേഹവും ഇതൊക്കെ വേണ്ടുന്ന സമയത്ത് നമുക്ക് കുട്ടീനെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോഴും കുട്ടി ഒറ്റപ്പെടുന്നുണ്ട്, അവന് മാനസികമായിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് അത്. അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ഈ സ്ത്രീകള് വീട്ടിലെ പണിയും കൊടുക്കണം, പുറത്തെ ജോലിക്കും പോകണം. അപ്പൊ ഡബിൾ ഡ്യൂട്ടിയാണ്. അപ്പൊ രാവിലെ മുതൽ പകല് ബസ്സിനൊക്കെ പോകുന്ന ആളാണെങ്കിൽ ഓടിച്ചാടി ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ അമ്മയും അച്ഛനും രണ്ടുപേരും ഫിസിക്കലി മെന്റലി ഭയങ്കര ടയർഡായിട്ടുണ്ടാവും. അപ്പൊ ഈ കുട്ടീനോട് കുശലം ചോദിക്കാനും വിശേഷം ചോദിക്കാനും കുട്ടീനോട് അടുത്ത് പെരുമാറാനൊന്നും പ്രായോഗികമായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ കുട്ടിയും നമ്മളുമായിട്ട് മാനസികമായിട്ട് വളരെ അകൽച്ചയിലാകുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ, നമ്മളിപ്പോ ഒരു സ്ലൈഡിൽ 5-10 പോയിന്റ് മാത്രം ഇട്ടിട്ട് ഇന്ന കാരണമെന്ന് പറയാൻ പറ്റില്ല. ചെറിയ ഒരുപാട് കാരണങ്ങൾ കുട്ടിയുടെ ഈ മാനസിക വളർച്ചേനെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് രൂപീകരണത്തിൽ ബാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മയക്കുമരുന്നിലേക്ക് പോകുന്നത്? അതിന്റെ റീസൺസ് പറയുകയാണെങ്കിൽ, ഒന്ന് ക്യൂരിയോസിറ്റി, ഇതെന്താന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ. ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് പത്രത്തിലും ടിവിയിലൊക്കെ MDMA ഇങ്ങനെ പല സാധനങ്ങളും അത് അടിച്ചു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന വിക്രിയകളെല്ലാം അവർക്ക് ഭയങ്കര കൗതുകമുണ്ട്. അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. പിന്നെ തമാശക്കും ടൈം പാസിന് എല്ലാവരും വലിക്കുന്നുണ്ട്, എല്ലാവരും ഇഞ്ചക്ഷൻ അടിക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് അടിച്ചു നോക്കാന്നുണ്ടെങ്കിൽ തമാശക്കാർക്കും ചിലപ്പോൾ തുടങ്ങുന്നുണ്ടാവാം. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ പീർ പ്രഷർ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെല്ലാം നിർബന്ധിക്കും. ഇപ്പൊ ഒന്നിച്ചിലുള്ള 3-4 കുട്ടികൾ എന്തെങ്കിലും ഒരു മയക്കുമരുന്ന് കഴിക്കുമ്പോൾ ഈ കഴിക്കാത്ത 5ാമത്തെ കുട്ടീനും കൂടി നീ കഴിക്കും നമ്മളെല്ലാം കഴിച്ചിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല, നീ അടിച്ചു നോക്കിയിട്ടാകുമ്പോൾ നല്ല സുഖമാണ്, ടെൻഷനൊന്നുമില്ല, പറക്കുന്ന പോലെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അവര് ഓരോരോ ഹാലൂസിനേഷൻ ഉണ്ടാവും അല്ലെ, അവർക്ക് പല തോന്നലുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ 4 പേര് നിർബന്ധിക്കുമ്പോൾ അവൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവും, നിർബന്ധിതനാവും. അവിടെയും ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ കുട്ടി കഴിക്കൂല. ഇപ്പൊ എല്ലാവരും മയക്കുമരുന്ന് അടിക്കുന്നില്ലല്ലോ, ചെറിയൊരു ശതമാനം ആൾക്കാരല്ലേ, അവര് ചെയ്യുന്ന ക്രൂരതകളാണ് ഈ സമൂഹത്തിന് ജീവിക്കാൻ പറ്റാത്ത പോലെയാണ്. ആ ഭൂരിപക്ഷം നല്ലവർ തന്നെയാണ്. അപ്പൊ അവർക്ക് ഇത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട്. ആ ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റണം. പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഫാമിലി പ്രോബ്ലംസ്. വീട്ടില് അച്ഛനും അമ്മയും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം, അവർ തമ്മിൽ എപ്പോഴും സ്റ്റണ്ടും ചീത്തയും വഴക്കും അടിയാണ് എന്ന് വിചാരിക്കും. അപ്പൊ അതിൻ്റെ ഇടയിൽ വളരുന്ന കുട്ടിക്കും ഭയങ്കരമായ ടെൻഷൻ ഉണ്ടാവും. കുട്ടിക്ക് സ്നേഹം കിട്ടേണ്ടത് ഒരിക്കലും കിട്ടൂല. ഇപ്പൊ അച്ഛനും അമ്മയും അടികൂടി കൊണ്ടുവെക്കുമ്പോൾ കുട്ടി എന്തൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് വരുന്നതാണെങ്കിൽ അപ്പോൾ പോയിരുന്ന് പഠിക്കണമെന്നിട്ട് വെറുതെ അനാവശ്യമായിട്ട് 4 അടി കൊടുക്കും കുട്ടിക്ക് അല്ലേ. അച്ഛനും ചെയ്യും അമ്മയും ചെയ്യും, ആരായാലും. ഭർത്താവിനോട് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ദേഷ്യം തീർക്കുന്നത് കുട്ടിയുടെ മേലെയായിരിക്കും. അപ്പൊ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ സ്ട്രെസ്സും കുട്ടിക്ക് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ കുട്ടികളോട് പറയും നിനക്കെന്ത് ടെൻഷനാണ്. എല്ലാവരും വിചാരം പ്രായമായി കല്യാണം കഴിഞ്ഞ് കുട്ടികളുടെ മുതിർന്ന ആളുകൾക്ക് മാത്രമേ ടെൻഷൻ ഉണ്ടാവുള്ളൂ എന്നാണ് വലിയ ചിന്ത. പക്ഷെ അങ്ങനെയല്ല, ഒരു 10 വയസ്സുള്ള കുട്ടിക്കും 10 വയസ്സുള്ള കുട്ടീൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. സാധാരണ പറയാറുണ്ട്, ഒരു രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെ ദുഃഖമാണ് ഒരു കളിപ്പാട്ടം പൊട്ടിപ്പോയ കുട്ടിക്ക്. ആ കുട്ടിക്ക് ആ സംഗതിയാണ് അത്രയും വലിയ കെയറിങ്. അതുപോലെ ഓരോ കുട്ടിക്കും കുട്ടീൻ്റെതായിട്ടുള്ള പല ടെൻഷനും ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ കുട്ടികളെ മനസ്സോട് കൂടിയിട്ട് അവരെ കെയർ ചെയ്യാനോ ചേർത്ത് പിടിക്കാനോ നമുക്ക് പറ്റണം. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പ്രായമായി കുട്ടിയായി അങ്ങനെ ഒരു ഉത്തരവാദിത്തമായിട്ടാകുമ്പോഴാണ് പല തലച്ചോട് അല്ലെങ്കിൽ ടെൻഷൻ വരുമല്ലോ. കുട്ടികൾക്കൊന്നുമില്ലല്ലോ, നിനക്ക് പഠിച്ചാൽ പോരെ, അമ്മയെ ചോറ് എന്ന് പറയുമ്പോൾ ചോറ് മേശപ്പുറത്തെത്തു, ഇതെങ്ങനെ എത്തുന്നുള്ള പൈസന്റെ കാര്യമൊന്നും ചിന്തിക്കണ്ടല്ലോ എന്നുള്ള പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും വീട്ടില്. സാമ്പത്തിക പ്രശ്നം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാല്, നാട്ടിലെ എല്ലാവരും നല്ലൊരു ശതമാനം ആൾക്കാരും വളരെ ലക്ഷറി ആയിട്ടാണ് ജീവിക്കുന്നത്. എല്ലാവരും ലക്ഷറി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റോഡിൽ നോക്കിയിട്ടാകുമ്പോൾ അവരെ ഡ്രസ്സ് കണ്ടാലൊന്നും പൈസ ഉള്ള ആളാണെന്നോ പാവപ്പെട്ടവനാണെന്നോ മനസ്സിലാവില്ല. എല്ലാവരും അത്യാവശ്യം നല്ല ഡ്രസ്സ്, അതേപോലെ കാറ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാറ്
നാട്ടുകാർ വാങ്ങിച്ച എപ്പോഴാന്ന് വെച്ചാൽ ഒരു 10-15 കൊല്ലം മുമ്പേ ഈ ആൾട്ടോ കാർ 2 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ആൾട്ടോ കാർ 2000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ വന്നപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ കാർ വാങ്ങിച്ചത്. 2 ലക്ഷം രൂപയുടെ കാർ 2000 രൂപ പോക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. 1%. ആരും കാർ വാങ്ങരുത് എന്നല്ല പറയുന്നത്. നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും അതിന്റെ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് കൃത്യമായിട്ട് അടക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാതെ ലോൺ എടുത്ത് പല ആവശ്യങ്ങൾക്കും ലോൺ എടുത്ത് ലക്ഷറിയാക്കി അവസാനം ലോൺ അടക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ വീട്ടില് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമ്പോഴോ അതെല്ലാം ഈ കുട്ടീനെ ബാധിക്കും. ഇപ്പൊ കുട്ടി എന്തെങ്കിലും ആവശ്യത്തിന് പൈസ ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും പറയുന്നത് പൈസ ഇല്ല, അല്ലെങ്കിൽ കുട്ടി പൈസ ചോദിക്കുമ്പോൾ ഇഷ്ടംപോലെ പൈസ കൊടുക്കും. ഇപ്പം പലരും ഗൂഗിൾ പേ ആക്കോ അല്ല, ഒരു സാധനം വാങ്ങാൻ കുട്ടിക്ക് 500 രൂപയോ 1000 രൂപയോ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടി സാധനം വാങ്ങാൻ നോക്കുമ്പോൾ ആ സാധനം ഉണ്ടായിട്ടുണ്ടാവില്ല, സാധനം അന്ന് വാങ്ങിക്കൂല. അപ്പൊ നമ്മൾ സ്വന്തം കുട്ടിയായതുകൊണ്ട് ആ പൈസ കൊള്ളാം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് ഗൂഗിൾ പേ ആക്കുന്നതൊന്നും നമ്മൾ ചിലപ്പോൾ അറിയില്ല, അവിടെ ഇരിക്കട്ടെ എന്ന് ആയിരിക്കും. നമ്മളത് മറന്നു പോകും. വീണ്ടും സാധനത്തിന് ആദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഗൂഗിൾ പേ ആക്കും. അപ്പൊ അവരെ കൈമേൽ എക്സ്ട്രാ പൈസ വരുമ്പോൾ അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ചെലവഴിക്കും. പൈസ കൊടുത്തിട്ടില്ലെങ്കിലോ അപ്പോഴും അവർ പൈസക്ക് വേണ്ടിയിട്ട് പല പരിപാടിക്ക് പോകും. ഇപ്പോൾ പല കുട്ടികളും ബാംഗ്ലൂരിന് ഒരു നൈറ്റിൽ ഇങ്ങോട്ടേക്ക് മയക്കുമരുന്ന് കരിയർ ആയാലും 50,000 രൂപ കിട്ടുന്നതാണ് പറയുന്നത്. ഇപ്പൊ സാധാരണ ആളുകൾ തന്നെ വില കൂടിയ ബൈക്കിലൊക്കെ കുട്ടികളെ ഇറങ്ങുന്നതാണ്. നിങ്ങൾ ചോദിച്ചാൽ അത് ചങ്ങായിൻ്റെ ആണ് എന്നല്ല പറഞ്ഞിട്ട് ഉരുളുന്നുണ്ടാവും. പക്ഷെ ഏത് ചങ്ങായിൻ്റെ എന്നൊന്നും നമ്മൾ കൂടുതൽ കുത്തി ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. നമ്മളത് വിശ്വസിക്കും. ചിലപ്പോൾ ഈ കരിയർമാറിലായിട്ട് ഇവരിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഏജന്റുമാരൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കുന്നതാവാം. കുട്ടി ഇങ്ങനത്തെ റാക്കറ്റിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ വില കൂടിയ ബൈക്ക് ഇപ്പൊ സാധാരണ ഒരു 100cc 1 ലക്ഷം റുപ്യന്റെ ബൈക്കൊന്നും പോരാ, എല്ലാവർക്കും 2 ലക്ഷം റുപ്യന്റെ ഒക്കെ ബൈക്ക് വേണം. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം IQ ഭയങ്കരമാണ്. ബുദ്ധി, ഇന്റലിജൻസ്, കഴിവ്, പഠിക്കാനുള്ള കഴിവൊക്കെ നല്ലോണം ഉണ്ട്. പക്ഷേ EQ എന്ന് പറയുന്ന ഒരു സാധനം, ഇമോഷണൽ കോൺഷ്യൻസ്, വൈകാരികമായ ആരോഗ്യം ഉണ്ടാകുന്നില്ല. ഈ വൈകാരികമായ ആരോഗ്യം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ വീട്ടിലിങ്ങനെ പൈസന്റെ പ്രശ്നം, അച്ഛനും അമ്മയും തമ്മിൽ ശരിയില്ല, ഒരു സ്നേഹം കിട്ടുന്നില്ല, അടുപ്പത്തിലേക്ക് പെരുമാറുന്നില്ല, 3 നേരം ഭക്ഷണം എങ്ങനെയെങ്കിലും ആക്കി കൊടുക്കും, അത് തന്നും സ്കൂളിൽ പോകും എന്നല്ലാതെ ആ കുട്ടിയോട് ഒരു മാനസികമായിട്ടൊരു ഐക്യം ഇല്ലാണ്ടിരിക്കുമ്പോഴൊക്കെ ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക്കൽ സ്ട്രെസ്. നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടീനോട് പോലും ആദ്യം തന്നെ ഇങ്ങനെ 5ാം ക്ലാസ് 6ാം ക്ലാസ് ആകുമ്പോൾ തന്നെ പറയും +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നീറ്റിന് പോകാനുണ്ട്, ജിക്ക് പോകാനുണ്ട്. അതായത് 2ാം ക്ലാസ് 3ാം ക്ലാസ് മുതൽ എല്ലാം A+, ഏതെങ്കിലും ഒന്നിൽ A+ കൂട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികളെ ചീത്ത പറയും. ഇപ്പോൾ എൻ്റെ മകള് ശാരദയിൽ പഠിച്ചിട്ടുണ്ടായി തലപ്പാടി. അപ്പൊ അവിടെയൊക്കെ ഇതേപോലെ മാർക്ക് ലിസ്റ്റൊക്കെ വാങ്ങിക്കാൻ പോയിട്ടാകുമ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് അടക്കം ചെറിയ കുട്ടികൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് കുറച്ച് കുറവ് പോയാൽ അതെന്താ അങ്ങനെ 2 മാർക്ക് പോയല്ലോ 5 മാർക്ക് പോയല്ലോ എന്ന് പറഞ്ഞ് ചെറിയ LP സ്കൂൾ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞതിന് പോലും ഈ കുട്ടികൾ ഈ പേരൻസ് കുട്ടികളുടെ മേലെ ഇങ്ങനെ പ്രഷർ ഇടും. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റണമെന്നില്ല. എല്ലാവരും ബ്രെയിനും ഒരേ സൈസാണ്, ഒരേ ഷേപ്പാണ്, ഏകദേശം ഒരേ വെയിറ്റ് ആണ്. എവറേജ് ഒരു മനുഷ്യന്റെ വെയിറ്റ് 70 കിലോ ആണെങ്കിൽ ഒരു ശരാശരി മനുഷ്യന്റെ ബ്രെയിന് 1 കിലോ 400 ഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ടോട്ടൽ ശരീരത്തിന്റെ 2% നമ്മളെ ബ്രെയിന്. ഈ 2%ത്തിലുള്ള കളിയാണ് നമ്മുടെ ജീവിതം. അപ്പൊ എല്ലാവരുടെ ബ്രെയിനും ഒരേ സൈസാണ്, ഷേപ്പാണ്, ഒരേ വെയിറ്റ് ആണെങ്കിലും എല്ലാവർക്കും അതിലെ ന്യൂറോൺസ് അവരുടെ കഴിവുകൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ പഠിക്കുന്ന കുട്ടീനെ പോലെ തന്നെ തീരെ പഠിക്കാൻ പറ്റാത്ത കുട്ടിയെ നമ്മളിങ്ങനെ കൂടുതൽ നിർബന്ധിച്ചാൽ അത് സ്ട്രെസ്സിലേക്ക് ഉണ്ടാവും. അതുപോലെ കുട്ടിയുടെ താല്പര്യം നോക്കാതെ തന്നെ എഞ്ചിനീയറിങ്ങിന് അല്ലെങ്കിൽ മെഡിസിന് ചേർത്തിട്ടാകുമ്പോൾ ഫൈനൽ ഇയർ MBBS പഠിക്കുന്ന എത്രയോ കുട്ടികൾ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പാസ്സായി, ഇവന് കുറെ പേപ്പർ ബാക്കായി, അപ്പോൾ ഇത് എഴുതി പാസ്സാകാൻ പറ്റുന്നില്ല, അപ്പോൾ മരിക്കൽ തന്നെ, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കുട്ടികൾ. അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിന് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും ആ കുട്ടീന്റെ കാര്യം, കുട്ടിയുടെ താല്പര്യം കൂടി ചോദിക്കണം. ചെറിയ കുട്ടിക്കൊന്നും അറിയില്ല, വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ഏതെല്ലാം കോഴ്സ് പഠിച്ചാൽ എന്തെല്ലാം സാധ്യതകളുണ്ട്, ജോലി സാധ്യതകളുണ്ട്, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കുട്ടീൻ്റെ കൂടി അഭിപ്രായം അറിയണം. അല്ലാതെ നമ്മൾ നിർബന്ധിക്കുമ്പോൾ ഭയങ്കരമായ ടെൻഷൻ ഉണ്ടാവും. +2 കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ നീറ്റ് അല്ലെങ്കിൽ JEE എക്സാം എഴുതി IIT അല്ലെ NIT കിട്ടണം എന്നാണ് എല്ലാവരും വിചാരിക്കും. അവിടെ നിന്ന് ക്യാമ്പസ് ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടുവാണെങ്കിൽ 3 ലക്ഷം 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് നല്ല സാലറി കിട്ടും. ഇതിന് പറയുന്നത് ആരും നന്നാവണ്ടെന്നല്ല, പക്ഷെ അവർക്ക് ഇത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അച്ഛൻ്റെ അമ്മേൻ്റെ പ്രതീക്ഷക്കൊത്ത് എനിക്ക് ഉയരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്.
അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രെസ് എല്ലാം ഉണ്ടാകുമ്പോഴും കുട്ടികൾ ചിലപ്പോൾ കുറച്ച് നേരത്തെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇതിലേക്കെല്ലാം പെട്ടുപോയേക്കാം. കോമ്പറ്റേറ്റീവ് മൈൻഡ് ടു അഡ്മിഷൻ. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു കുട്ടീനോട് ആദ്യം തന്നെ പറയുന്നത് നല്ല ജോലി, നല്ല ശമ്പളം, അതാണ് ജീവിതം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ, IIT അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ, വിദേശത്ത് നല്ല ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട്, ഇപ്പം വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിച്ചിട്ട് അതൊന്നും ശരിയാകുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് നിരാശയുണ്ടാവും. അപ്പോഴും ഇതേപോലെ ബൈക്കെടുത്തിട്ട് കറങ്ങുമ്പോൾ ചങ്ങായിമാരും ഒക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ടെമ്പററി ആശ്വാസത്തിന് ചിലപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തു പോകും. പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് മൊബൈൽ ഗെയിം. ഒരു കുട്ടി, ചെറിയ കുട്ടി 1 വയസ്സ് 2 വയസ്സാകുമ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ കഴിക്കുന്നില്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് മൊബൈൽ കൊടുത്താൽ മാത്രമേ കേരളത്തിലെ കുട്ടികൾ ഫുഡ് കഴിക്കൂലൂ. എല്ലാവരും പല എന്തെങ്കിലും കോമഡിയോ അങ്ങനത്തെ എല്ലാം വെച്ച് കൊടുക്കുന്നതിന് വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ കുട്ടി ഈ മൊബൈലിൽ തുടങ്ങിയിട്ടാകുമ്പോൾ ജനിച്ചപ്പോൾ മുതൽ കളിക്കുന്ന ഗെയിമുകൾ പലതും തോക്കിനെ കൊണ്ട് വെടിവെച്ച് കൊല്ലുന്നതും വാളിനെ കൊണ്ട് കുത്തിക്കൊല്ലുന്നതും ഒക്കെ ആയിട്ടുള്ള അക്രമം അറിയാതെ കുട്ടീൻ്റെ മനസ്സിലേക്ക് കയറുന്നുണ്ട്. അത് ഒരു കളിയല്ലേ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കളിയല്ല. ഇപ്പോ തോക്ക് ഒരു ആയുധമാണ്. അതിനെ കളിപ്പാട്ടാക്കിയ ആളെയാണ് ആദ്യം അടിക്കേണ്ടത്, അല്ലേ? തോക്കിനെ കൊണ്ടാണ് കുട്ടികൾ ചെറുപ്പത്തിലേ കളിക്കാൻ തുടങ്ങുന്നത്. അത് കൊല്ലുന്ന ഒരു സാധനമല്ലേ. കുട്ടികൾക്ക് ഒരിക്കലും തോക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് ഈ കുട്ടീൻ്റെ ഉപബോധ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാതെ അറിയാതെ സംഭവിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ 24 മണിക്കൂർ ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, അതിലൊക്കെ ഈ ലോകത്തുള്ള പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മൊബൈൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് വേണം, ലൊക്കേഷൻ മാപ്പ് വേണം. നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു നല്ലൊരു സിറ്റിയിലെല്ലാം പോകുകയാണെങ്കിൽ അവിടെ ടാക്സി, ഓൺലൈൻ ടാക്സി വിളിക്കണമെങ്കിൽ ഓല, യൂബർ അങ്ങനത്തെ ഒക്കെ ടാക്സി വിളിക്കാൻ ഭയങ്കര സൗകര്യമാണ്. നമ്മൾ വിളിച്ചിട്ട് നിൽക്കുന്നിടത്തേക്ക് നമ്മളെ കാറ്, ഓട്ടോറിക്ഷയുടെ റേറ്റിൽ കാറ് കിട്ടും. അറിയില്ലേ? എല്ലാവർക്കും അറിയില്ലേ? എറണാകുളം പോലത്തെ സിറ്റിയിൽ ഓട്ടോറിക്ഷയുടെ റേറ്റിൽ എയർ കണ്ടീഷൻ, ഇന്റർനെറ്റ് അടക്കമുള്ള കാറ് കിട്ടും. നമ്മൾ വിളിച്ചാൽ നമ്മളെ മുന്നിൽ വന്നിട്ട് നിൽക്കും. അപ്പൊ അതൊക്കെ ഭയങ്കര സൗകര്യമാണ്. ഇതെല്ലാം ഉപയോഗിക്കണം. മൊബൈൽ ഇല്ലാതെ ഇന്ന് നമുക്ക് ജീവിക്കാനേ പറ്റൂല. പക്ഷെ അത് അമിതമായിട്ട് ഇപ്പോൾ സിനിമ ഭയങ്കര മാർക്കോ എന്ന് പറഞ്ഞ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട്? മാർക്കോ ഒരാളില്ല, ബാക്കി രണ്ട. അതായത് മാർക്കോ എന്ന് പറഞ്ഞ ഒരു മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത്ര അത് കോടിക്കണക്കിന് ഉറുപ്പ്യ കളക്ഷൻ കിട്ടിയ സൂപ്പർ ഹിറ്റായി. അതിനകത്ത് അതിക്രൂരമായിട്ട് ആളുകളെ കൊല്ലുന്നതാന്ന് പോലും കാണിക്കുന്നത് കുറേ തവണ. അപ്പൊ ഇത് നാട്ടുകാർ കണ്ടിട്ടാണ് ഈ പടം ഹിറ്റാകുന്നത്. അപ്പോ ഈ ഇത്രയും കൊലപാതകം നടന്നിട്ടാകുമ്പോൾ ഈ സിനിമയാണ് കാരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആരോപണം ഉണ്ടായി. അപ്പൊ ആ സിനിമ ഈ സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചതാണ്. പക്ഷെ ആ ഒരു സിനിമ എന്ന് മാത്രമല്ല, ഒരുപാട് സിനിമകൾ, ടർബോ, അടുത്ത കാലത്തായിട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും ഈ പറഞ്ഞ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ പച്ചക്ക് കാണിക്കും. ഞാൻ മാർക്കോ കണ്ടിട്ടില്ല. മാർക്കോല്ലാത്ത കയ്യോ കാലോ മറ്റും വാള് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അറക്കുന്നതൊക്കെ കാണിക്കുന്ന കുറെ സ്ത്രീകൾ തലചുറ്റി വീണ്, കുറെ ആൾക്കാർ ഛർദിച്ചു, കുറെ ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് വയലൻസ് അൺലിമിറ്റഡ്, അങ്ങനെ എന്തോ ഒരു ടാഗ്ലൈന് പോലും ഉണ്ട്. എന്നിട്ടും നമ്മളത് കാണാൻ വേണ്ടി പോകുന്നു. അപ്പൊ ആ സിനിമകൾ ഈ കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊന്നു എന്നുള്ളൊരു വാർത്ത നമ്മുടെ പത്രത്തിൽ വായിച്ചാൽ നമ്മളിപ്പം ഞെട്ടുമൊന്നുമില്ല. കാരണം 10-20 കൊല്ലമായിട്ട് കേട്ട് സാധാരണ പോലെ. അതേപോലെ കുട്ടികൾക്ക് ഈ കൊലപാതകമൊക്കെ കണ്ടിട്ട് ഇതൊന്നും വലിയൊരു സംഭവം അല്ലാണ്ടായി. അവർക്ക് ഏൽക്കുന്നില്ല. ഒരാൾ തന്നെ 2 മണിക്കൂറിന് 5 ആളെയൊക്കെ കൊന്നത്. ചുറ്റിയെടുത്തിട്ട് അമ്മയും അച്ഛൻ, ഉപ്പാന്റെ ഉമ്മയും അനിയനെയും ഒക്കെ കൊന്നില്ലേ. അതേപോലെ ഈ ഷഹബാസ് എന്ന് പറഞ്ഞ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ 5 പേര് ചേർന്ന് തല്ലിക്കൊന്നു എന്ന് പറഞ്ഞില്ലേ. അതിന്റെ കാരണം എന്താന്ന് അറിഞ്ഞില്ലേ നിങ്ങൾ? 2 സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഒരു ട്യൂഷൻ സെന്ററിൽ പോകുമായിരുന്നു. അപ്പോൾ ആ ട്യൂഷൻ സെന്ററിൽ ആ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ സെന്റ് ഓഫ് നടക്കുന്ന സമയത്ത് നടന്ന ഒരു പരിപാടിയിൽ പാട്ട് പാടുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ ഒരു കുട്ടി വാക്ക് കിട്ടാതെ തപ്പി തടഞ്ഞു. അപ്പോൾ പുറകിൽ ആരോ കൂക്കുകയോ ചിരിക്കുകയോ ചെയ്തു. അതിനെ ചോദ്യം ചെയ്തിട്ടുള്ള കശവിഷയാണ് വൈകുന്നേരം ഭയങ്കര അടിപിടി ഉണ്ടായി. അത് സീരിയസ് ആണെന്ന് തോന്നിയപ്പോൾ
ഈ ട്യൂഷൻ സെന്ററിന്റെ ആൾക്കാർ തന്നെ 2 കാറിൽ കൂട്ടിയിട്ട് ആ കുട്ടികളെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കി. അതിനുശേഷം ഈ രണ്ട് സ്കൂളിൽ, വ്യത്യസ്ത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. അവര് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊല്ലും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം വെല്ലുവിളിച്ചു. അപ്പൊ ഇപ്പൊ വാട്സപ്പ് നല്ലതാണെന്ന് ചോദിച്ചാൽ വളരെ നല്ലതാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് ആളുകളെ അതിൻ്റെ അകത്ത് ചേർക്കും. നീ ഭക്ഷണത്തിന്റെ കാര്യം നോക്കണം, പന്തലിന്റെ കാര്യം ഞാൻ നോക്കാൻ നല്ല ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം വാട്സപ്പ് ഗ്രൂപ്പൊക്കെ വയ്യ. അത് വളരെ സൗകര്യമാണ്. അപ്പൊ എല്ലാറ്റിനും നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അതേപോലെ ഒരാളെ തല്ലാനും കൊല്ലാനും വേണ്ടിയിട്ടും ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് ആക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ പച്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളി നടത്തിയത്രേ 2 പേരും. അതിനുശേഷം സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ കോംപ്രമൈസ് ആയി എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ രാജിയാകുന്ന പോലെ അഭിനയിക്കുകയും കൈ കൊടുക്കുകയൊക്കെ ചെയ്തത്രേ. അതിന്റെ പിറ്റേന്നാണ് ഈ കുട്ടി തിരിച്ചു വരുമ്പോൾ കുറെ പേര് കുട്ടികൾ തന്നെ കാത്തു നിന്നിട്ട് നെഞ്ചക്ക് എന്ന് പറയും. അതായത് കറാട്ടയിൽ ഉപയോഗിക്കുന്ന ഒരു കഷ്ണം ചങ്ങല, അതിന്റെ 2 അറ്റത്ത് മരത്തിന്റെ പിടി, കറാട്ടയിൽ ഇങ്ങനെ വീശുന്ന ഒരു സാധനമാണ് നെഞ്ചക്ക്. ആ നെഞ്ചക്കനെ കൊണ്ട് ഇങ്ങനെ അടിച്ചപ്പോൾ തലയോട്ടി വളർന്നിട്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായി. പിറ്റേ ദിവസം കുട്ടി മരിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഈ കൊന്നതൊക്കെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരാളെ പച്ചക്ക് കൊല്ലുന്നതിന് ഒരു മടിയും ഇല്ലാതെ ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പോയാൽ എങ്ങനെ പോകും? അപ്പൊ ഇങ്ങനെ കുട്ടികൾ ഇത്രയും ക്രൂരന്മാരാവാൻ എന്തൊക്കെയാണ് കാരണം എന്നാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്. എന്നിട്ട് അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഇപ്പൊ സാധാരണ ഒരു ഫിലോസഫി ആയിട്ട് പറയാറുണ്ട്, നത്തിങ് ഈസ് പെർമനന്റ്. ഒന്നും ശാശ്വതമല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന്. അതായത് നമ്മളെ ശരീരം മാറുന്നു, മനസ്സ് മാറുന്നു, വികാരങ്ങൾ മാറുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. അപ്പോൾ ഇന്ന് ഇപ്പൊ നമ്മുടെ ഈ ആധുനിക മനുഷ്യനുണ്ടായിട്ട് ഏകദേശം 2 ലക്ഷം വർഷമായി എന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളൊക്കെ ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരുന്നതിന് വെച്ച് ഏറ്റവും ബുദ്ധി വികാസം പ്രാപിച്ച ബുദ്ധിമാന്മാരായ കുട്ടികളാണ്. ഈ ഇത്രയും, അതായത് എത്രയോ കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയി. 800 കോടി മനുഷ്യർ ഇപ്പം ജീവിക്കുന്നുണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കാളും കൂടുതൽ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കോടാനുകൂടി മനുഷ്യർ ജീവിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിപരമായിട്ട് ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളെ കുട്ടികൾ. പക്ഷെ ആ കുട്ടികൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ തിരിച്ചറിവില്ല, അവയർനെസ് ഇല്ല. എന്താണ് തെറ്റ്, എന്താണ് ശരി, എന്ത് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അതായത് മാനസിക ആരോഗ്യം തീരെയില്ല. മുമ്പ് കുറച്ച് വർഷം മുമ്പേ ഇതേപോലെ മംഗലാപുരം MBBS പഠിക്കുന്ന കുട്ടി ബൈക്ക് വാങ്ങി തരണമെന്ന് പറഞ്ഞു വീട്ടിൽ. അപ്പോൾ പറഞ്ഞ് അത്രയും വില കൂടിയ ബൈക്ക് ഇപ്പോൾ ഒറ്റയടിക്ക് വാങ്ങിക്കാനില്ല, ചെറിയ ബൈക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചു തരാം, മറ്റേത് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു അതുപോലെ എനിക്ക് 2 ലക്ഷം രൂപേൻ്റെ പുതിയ ബൈക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. അവർക്ക് അത് ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികം അനുവദിച്ചില്ല. കുട്ടി ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി, കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പൊ മാനസികമായിട്ട് ഒരു മെച്യൂരിറ്റി, ഇമോഷണൽ ആയിട്ട് ഒരു പക്വത കുട്ടികൾക്ക് വരുന്നില്ല. അപ്പൊ അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പേരൻസ് വളരെയധികം അവരെ കരുതലോട് കൂടിയിട്ട് നിൽക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ സിനിമ കാണുന്നു എന്ന് പറഞ്ഞാൽ സിനിമയിൽ എപ്പോഴും നേരിച്ചാൽ ഹീറോ നായകനാണെങ്കിൽ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും സുരേഷ് ഗോപി ആയാലും ആരായാലും അവരിങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും, മദ്യപിച്ചുകൊണ്ടിരിക്കും. ഹീറോ എന്ന് പറഞ്ഞാൽ ഹീറോയിസം എന്ന് പറഞ്ഞാൽ കള്ളുകുടിക്കണം, മദ്യപിക്കണം. അതിങ്ങനെ ചെറിയ ഉറുമ്പിന്റെ വലിപ്പമുള്ള അക്ഷരത്തിൽ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് നിയമപ്രകാരമുള്ള അറിയിപ്പ് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എന്നുള്ളവർക്ക് എഴുതി കാണിക്കും. പക്ഷെ അത് കാര്യമില്ല. കുട്ടികൾ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന സിനിമകളിൽ മുഴുവൻ നായകൻ അയാളെ ഒരു ഹീറോ ആവണ്ടെങ്കിൽ, ഹീറോയിസ് ആവണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കണം, കള്ളു കുടിക്കണം, 1 പറഞ്ഞ് 2 പറഞ്ഞ് അടിക്കണം. അതായത് ചൂടാകുന്നത് വലിയൊരു കഴിവാണ് എന്നുള്ള പോലെയാണ് അടുത്ത കാലത്തിൽ ഒരു 10-20 കൊല്ലമായിട്ട് വരുന്ന സിനിമകളിലൊക്കെ നായകൻ വില്ലൻ എന്നുള്ള പോലെയായിരുന്നു പണ്ടൊക്കെ സിനിമ. ഇപ്പൊ എന്ന് വെച്ചാൽ നായകൻ തന്നെയാണ് വില്ലനെ മാതിരി 1 പറഞ്ഞ് 2 പറഞ്ഞ് കോളറ് പിടിക്കുന്നത്, അടിക്കുന്നത്, പേടിപ്പിക്കുന്നത് എന്നുള്ളത്. അതാണ് നായകൻ എന്നുള്ള മാതിരി കുട്ടികൾ വിചാരിച്ചു പോയാൽ തെറ്റ് പറയാൻ പറ്റില്ല. മാനസികമായിട്ട് നമ്മുടെ മാനസികാരോഗ്യം തീരെ കുറവാണ്. ഇപ്പൊ ലോകാരോഗ്യ സംഘടന ആരോഗ്യം എന്ന് പറഞ്ഞ ഡെഫിനിഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല 6 പാക്ക് മസിലുള്ള ആളെ ആരോഗ്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ആരോഗ്യമുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മാനസിക ആരോഗ്യത്തിന് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ശരീരം വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല നല്ല ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും, ഓർലിക്സ് കൊടുക്കുന്നുണ്ടാവും, അൽഫാം, എല്ലാ സാധനവും, ചിക്കനും മട്ടനും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ മനസ്സ് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് കാര്യം. കുട്ടികൾ കോളേജിൽ ABCD സൈനും കോസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ചിന്താശേഷി
വളർത്താൻ വേണ്ടിയിട്ട്, മനസ്സ് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ സ്കൂളിലുള്ളതല്ലാതെ പുസ്തകങ്ങൾ വായിക്കണം, കഥകൾ, കവിതകൾ, നോവലുകൾ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വായിക്കണം. ഇപ്പോൾ MT വാസുദേവനായരുടെ കഥയോ T പത്മനാഭൻ സാറിന്റെ കഥയോ ONV കവിതകളോ അങ്ങനെയൊക്കെ സാഹിത്യമൊക്കെ നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ആ കഥാപാത്രം നമ്മളായിട്ട് തോന്നും. നമ്മളിപ്പോൾ സിനിമ കാണുമ്പോൾ കരയുന്നില്ലേ, ചിരിക്കുന്നില്ലേ? അപ്പൊ അതിലെ കഥാപാത്രമായിട്ട് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രത്തിന്റെ ഓരോ വികാരവും നമ്മുടെ മനസ്സിലേക്ക് കൂടി കടന്നു പോകുമ്പോൾ നമ്മളെ മനസ്സ് പാകപ്പെടുന്നുണ്ട്. അപ്പൊ പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ മനസ്സ് വളരുകയുള്ളൂ. തീരെ പുസ്തകം വായിക്കാത്ത കുട്ടികൾ ഇതേപോലെ ടെസ്റ്റ് ട്യൂബ് ശിശു പോലെ ഉണ്ടാവും. ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരെ ഒരു കമ്പ്യൂട്ടറോ മൊബൈലോ കൊടുത്താൽ അടിപൊളിയായിട്ട് അത് ചെയ്തു തരും. പക്ഷെ അതുകൊണ്ട് അത് മാത്രം ജീവിതമായില്ലല്ലോ. അതായത് ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ മനസ്സിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയെല്ലാം വരുന്നു എന്നൊന്ന് നോക്കാം. അതായത് മനസ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു മഞ്ഞുമല നിങ്ങൾ സങ്കല്പിക്കും. ഇത് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ സൈഡാണ്. കുറേ വീഡിയോസ് ഒന്നും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. മനസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടൈറ്റാനിക് എന്ന് പറഞ്ഞ കപ്പൽ തകരാൻ എന്താ കാരണം? ഒരു ഐസ്ബർഗിൽ മഞ്ഞുമലയിൽ പോയിട്ട് ഇടിച്ചു പോയതാണ്. മഞ്ഞുമല എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെള്ളത്തിന്റെ മുകളിൽ കുറച്ച് ഭാഗം കാണുള്ളൂ, അതിന്റെ 10 ഇരട്ടി വെള്ളത്തിന്റെ താഴെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് ഒരു മഞ്ഞുമല പോലെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് ബോധ മനസ്സിലാണ്. അതേപോലെ ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അത് 90%. 10% മാത്രമാണ് നമ്മുടെ ബോധ മനസ്സ് ഉപയോഗിക്കുന്നത്. ബാക്കി 90% ഉപബോധ മനസ്സാണ് ജീവിതത്തിന് സക്സസിലേക്കോ ഫെയിലിയറിലേക്കോ കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ വളരെ നിഷ്കളങ്കനായിരിക്കും. ആ കുട്ടിയുടെ മനസ്സിൽ ഒരു തെറ്റും ശരിയും ഒന്നുമില്ല. ഒരു എഴുതാത്ത വെള്ള പേപ്പർ പോലെ ആയിരിക്കും കുട്ടിയുടെ മനസ്സ്. അപ്പോൾ ഈ കുട്ടി 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കണ്ണ് തുറന്നിട്ട് ഈ ലോകത്തിനെ ഇങ്ങനെ അത്ഭുതമായിട്ട് ഇങ്ങനെ കണ്ണ് ചെമ്മി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കുട്ടി കണ്ണിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത്, ആ കാര്യങ്ങളെല്ലാം കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാ? അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, രാവിലെ പണിക്ക് പോകും. അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വീട്ടിൽ ചോറ് വെക്കും. പട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പക്ഷി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കണ്ണിൽ കാണുന്ന സാധനങ്ങൾ, ഓരോ സാധനവും ഇന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കൊരു ഐഡിയ വരും. ഈ ഐഡിയ എല്ലാം ഉപബോധ മനസ്സ് എന്ന് പറയുന്ന മനസ്സിലാണ് സ്റ്റോർ ആകുന്നത്. ഈ 1 വയസ്സിന്റെയും 10 വയസ്സിന്റെയും ഇടയിൽ കുട്ടികൾ എന്തെല്ലാം മനസ്സിലാക്കിയോ അത് മരിക്കുന്നവരെ പിന്നെ മാറൂല. ആ കുട്ടി പിന്നെ PhD അല്ല, MPhil അല്ല, അമേരിക്കയിൽ പോയിട്ട് പഠിച്ചിട്ടാകുമ്പോൾ കുട്ടിക്കാലത്ത് ഓരോരോ സംഗതിയെ കുറിച്ചിട്ട് വിചാരിക്കുന്ന ബിലീഫുകൾ, ഓരോരോ ധാരണകൾ, അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, മറ്റേതാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഓരോരോ സംഗതിനെ പറ്റി മനസ്സിലാക്കും. അച്ഛനമ്മമാരും പലതും പറഞ്ഞു കൊടുക്കും, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. സ്കൂളിൽ നിന്ന് മാഷന്മാർ പറഞ്ഞു കൊടുക്കും, അയൽവക്കക്കാർ, സുഹൃത്തുക്കൾ. അപ്പൊ ആ കുട്ടി 10 വയസ്സിനിടയിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഗതികളെല്ലാം ഉപബോധ മനസ്സിൽ ഒരു കുഴച്ചിട്ടിട്ട് ഉറച്ചു പോയ സിമെന്റ് പോലെ അവിടെ ഉറച്ചുപോയി. പിന്നെ അതിനെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാനും പറഞ്ഞു മാറ്റാനും പറ്റൂല. ബിലീഫ് സിസ്റ്റമാവും. അങ്ങനെ ആ കുട്ടിക്ക് സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ള ആളാവും. ഇങ്ങനെ അടിപൊളി ക്രിമിനൽ ആണെങ്കിൽ അങ്ങനെയാവും. അങ്ങനെ ആ കുട്ടി മാറും 10 വയസ്സിൻ്റെ ഇടയിൽ. പിന്നെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിലുള്ള മൊത്തം മനുഷ്യന്മാരെ സൈക്കോളജിസ്റ്റുകൾ 3 തരംതിരിച്ചിട്ട് 3 ടൈപ്പ് മനുഷ്യന്മാരുണ്ട്. അവരെ പറയുന്നത് വിഷ്വൽ, ഓഡിറ്ററി, കെനസ്തെറ്റിക്. സിമ്പിളായിട്ട് പറയാം. വിഷ്വൽ എന്ന് പറഞ്ഞാൽ കണ്ണിനെ കൊണ്ട് കണ്ടിട്ടാണോ വേഗം കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്ന പഠിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ വിഷ്വൽ എന്ന് പറയും. എന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലും സംഭവങ്ങൾ പറഞ്ഞിട്ട് കേട്ടാൽ വേഗം മനസ്സിലാകുന്ന ആൾക്കാരെ ഓഡിറ്ററി എന്ന് പറയും. അതായത് കാഴ്ചയില് പ്രാധാന്യമുള്ള ആൾക്കാർ, കേൾക്കാൻ പ്രാധാന്യമുള്ള ആള്. 3ാമത്തെ ആൾക്കാരെ കെനസ്തെറ്റിക് എന്ന് പറയും. കുറച്ച് സാങ്കേതിക വാക്കാണ്, ഒന്നുമില്ല. തൊട്ട് നോക്കിയിട്ടാകുമ്പോൾ മനസ്സിലാകുന്ന ആൾക്കാർ. കാണണം, അവർക്ക് കണ്ടാലും പോരാ, പറഞ്ഞാലും പോരാ, തൊട്ട് നോക്കാൻ വേണ്ടി കൈമണി കിട്ടിയാൽ ഓർക്ക് വിശ്വാസമാകും, അതിനെ പേര് പഠിക്കും. അപ്പൊ ഈ 3 ടൈപ്പ് ആൾക്കാരാണ് ലോകത്തിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ള ആൾക്കാർ വിഷ്വലാണ്. എന്ന് പറഞ്ഞാൽ കണ്ടിട്ടാണ് പഠിക്കുന്നത് കുട്ടി. ഒരു ചെറിയൊരു കുട്ടി ഒരു കടലാസ് ചുരുട്ടിയിട്ട് വായിൽ വെച്ചിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന പോലത്തെ ആക്ഷൻ ആക്കുന്നത് ആയിരിക്കും ഒരു 4 വയസ്സുള്ള കുട്ടി. ആരെ കണ്ടിട്ടാ പഠിക്കുന്നത്? അച്ഛനോ അല്ലെ വീട്ടിലുള്ള ആരോ
വീഡിയോ സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്. അല്ലാണ്ട് അതിൻ്റെ അകത്ത് പുകയിലാണ് ടൊബാക്കോ ആണ് ഇത് വലിക്കുമ്പോൾ സുഖം കിട്ടുമെന്നൊന്നും അറിഞ്ഞിട്ടല്ല ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു പെൺകുട്ടി 4-5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ചൂരിദാറിൻ്റെ ഷാൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു സാരി പോലെ ആക്കിയിട്ട് ഒരു ഡോൾ എടുത്തിട്ട് കുട്ടീനെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ ആരെ കണ്ടിട്ടാ? അമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ഒരു സ്ത്രീ കുട്ടികളെ താലോലിക്കുന്ന കണ്ടിട്ടാണ് കുട്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടി എത്ര ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കുട്ടി കാണുന്നതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അടികൂടുന്നുണ്ടെങ്കിലും അവര് ചീത്ത പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ സാധാരണ നമ്മള് പറയും, കുട്ടികളോട് പറയും കള പറയാൻ പാടില്ല, ഞായറാഴ്ച പിരിവിന് വരുമ്പോൾ പറയും ഞാനിടിയില്ല എന്ന് പറഞ്ഞെന്ന് പറയും. പറയുന്നൊന്നും ചെയ്യുന്നതായിരിക്കും. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടാണ് പഠിക്കുന്നത്, വിഷ്വലാണ്. അപ്പൊ നമ്മളെപ്പോഴും ഓർക്ക് റോൾ മോഡലാണ്. ഇപ്പൊ സാധാരണത്തിൽ ഈ ഡ്രഗ്സിലേക്കെല്ലാം അങ്ങേയറ്റം ലാസ്റ്റ് ആണ്. അപ്പൊ ആദ്യം തുടങ്ങുന്ന ഇടുന്ന വെറുതെ തമാശക്ക് സിഗരറ്റ് വലിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പെഗടിക്കും, മദ്യപിക്കും, അല്ലേ? ഇപ്പോ കേരളത്തിൽ 70% ആളുകൾ അത്യാവശ്യം മദ്യം കഴിക്കുന്ന ആളാണെന്നാണ് റിസർച്ച് റിപ്പോർട്ടൊക്കെ പറയുന്നത്. അപ്പോ ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി മദ്യപിച്ചിട്ട് വീട്ടിൽ വന്നതായിരിക്കും. അപ്പൊ നല്ലോണം മണക്കുന്നുണ്ട്, കുറച്ച് ഓവറായിപ്പോയി, ആടിയാടിയിട്ടാ വരുന്നത്, കള്ളു കുടിച്ചിട്ട് അച്ഛനും അമ്മക്കും മനസ്സിലായിരിക്കും ദൂരത്തും തന്നെ. അപ്പൊ അച്ഛന് പറയാൻ പറ്റുമോ കള്ളു കുടിക്കാൻ പാടില്ലെന്ന്? സ്വാഭാവികമായിട്ടും സർഗം എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു മലയാള സിനിമ ഉണ്ട്, ആരും കണ്ടിട്ടുണ്ടാവും, ഒരു മ്യൂസിക്കൽ സിനിമ. അതിനകത്ത് മകൻ ബീഡി വലിക്കും, തുമ്മാൻ ചാവുക്കും, വെത്തിലടക്കം ചാവുക്കും. അപ്പോ അച്ഛൻ പറയും നിന്നോട് ബീഡി വലിക്കാൻ പാടാന്ന് പലതവണ പറഞ്ഞിട്ടേന്ന് പറയും. അപ്പൊ മോൻ പറയും ആദ്യം അച്ഛൻ നന്നാകും എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ പറഞ്ഞു. അച്ഛൻ വലിയ കളികൂടിയതാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ മദ്യപിക്കുന്നതിന് തെറ്റി ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ലേബിൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ മദ്യപിക്കുന്ന ഒരു അച്ഛന് മദ്യപിച്ചുകൊണ്ട് വരുന്ന മകനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല. അപ്പൊ ആരാ ഉത്തരവാദി? അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അവർക്ക് മാതൃക ആയാൽ മാത്രമേ നമ്മൾ സംഭവിച്ചു. ഈ ഫോട്ടോ ആരാന്ന് വെച്ചാല് ആൽബർട്ട് ബന്ദൂര എന്ന് പറഞ്ഞിട്ടുള്ള ലോക പ്രശസ്തനായ സൈക്കോളജിസ്റ്റാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്ന ഇയാള് 10-50 കൊല്ലം മുമ്പേ ലോകത്തിനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യൻ സാഹചര്യത്തിന്റെ മെഴുകുപാവയാണ്. അയാൾ പറഞ്ഞെന്താന്ന് വെച്ചാല് ഗിവ് മീ എ ഡസൻ ഹെൽത്തി ചിൽഡ്രൻ, ഐ വിൽ ഷോ യു പോലീസ്, തീഫ്, ആർട്ടിസ്റ്റ്, ലോയർ, ടീച്ചർ. നിങ്ങൾ 1 ഡസൻ കുട്ടികളെ എൻ്റെ കയ്യിൽ തന്നാല് ആ കുട്ടികളെ നിങ്ങൾ പറയുന്ന ആളായിട്ട് ഞാൻ വളർത്തി കാണിച്ചു തരാം. കള്ളനായിട്ടോ പോലീസായിട്ടോ ആർട്ടിസ്റ്റായിട്ടോ രാഷ്ട്രീയക്കാരനായിട്ടോ ആരായിട്ട് പഠിക്കലും ഞാൻ വളർത്തി കാണിച്ചു തരാം. 10-50 കൊല്ലം മുമ്പേ പറഞ്ഞതാണ് ആൽബർട്ട് ബന്ദൂര. മനുഷ്യൻ സാഹചര്യത്തിന്റെ മെഴുകുപാവയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലും ചുറ്റുപാടുകളിലുള്ള സാഹചര്യം എങ്ങനെയാണോ അതേപോലെ കുട്ടികൾ കുറച്ച് മെഴുകുപാവ ആയിപ്പോയാൽ നമ്മൾക്കെല്ലാം അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്. ആ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റൂല. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നമ്മളെ വൈകാട്ട് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതായത് സാധാരണ ടുബാക്കോ, പുകയില, ഈ പാൻപരാഗ്, മധു എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, മാരുതി, അത് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ഈ പണിയെടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ആൾക്കാർ നമ്മൾ ഈ ഫ്രണ്ട് കീഴ്ച്ചുകൊണ്ട് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇവിടെ എന്തോ വെത്തിലടക്കുന്ന പോലത്തെ പൊടി വെക്കും. ആ പൊടി വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചതച്ചിട്ടാകുമ്പോൾ അവർക്ക് ഒരു കിക്ക് വരും അത്ര. ആ കിക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുകയിലെ പൊടിയുടെ അകത്ത് കുപ്പിച്ചില്ലിന്റെ പീസ് ഉണ്ട് അത്ര. അപ്പൊ ഈ കുപ്പിച്ചില്ലിന്റെ പീസ് മുറിഞ്ഞിട്ട് ചുണ്ടിൽ ചെറിയ ചെറിയ മൈക്രോ ഇഞ്ചുറി ആയിട്ട് ആ മുറിവിലേക്ക് ഈ സാധനം പോകുമ്പോഴാണ് ഇവർക്ക് എരിച്ചലും പുകച്ചലും അല്ലെങ്കിൽ കിക്ക് ഉണ്ടാകുന്നതാണെന്ന് പറയപ്പെടുന്നത്. ഈ സർവ്വസാധാരണമായിട്ട് ഹിന്ദിക്കാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പണിക്ക് വരുന്ന ആൾക്കാരൊക്കെ കണ്ടാൽ ചെറിയൊരു പാക്കറ്റ് സാധനം കീറി കയ്യിൽ വെച്ച് ഇങ്ങനെ ഞെരിച്ച് ഇങ്ങനെ കീച്ചുകൊണ്ട് മുമ്പിലേക്ക് ആക്കിയിട്ട് അവിടെ വെക്കുന്നതാണ്. പിന്നെ സിഗരറ്റിന്റെ കാര്യം പോയിട്ട് ഇപ്പൊ ഈ സിഗരറ്റ് ആയി, അത് എത്ര പേർക്ക് അറിയാം? ഈ സിഗരറ്റ് നമ്മളൊക്കെ സാധാരണ സിഗരറ്റ് ഇങ്ങനെ വാങ്ങിച്ച് വലിക്കുന്നില്ലേ കണ്ടിട്ടു. ഇപ്പൊ ഇലക്ട്രോണിക് സിഗരറ്റ് ആണ് അത്ര. അതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. അതായത് ഒരു പെന്നിന്റെ ടോപ്പ് പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവ് പോലെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഈ സാധനം മൊബൈലിന്റെ ചാർജർ പോലെ ഒരു ചാർജറിൽ കറണ്ടിൽ ചാർജ് ആക്കണം. അങ്ങനെ ചാർജ് ആക്കിയാൽ 1000-2000 പ്രാവശ്യം ഇങ്ങനെ പുകവലിക്കാൻ പറ്റും അത്ര. ഇതാണ് അത്ര ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ? കുട്ടികളുടെ ബാഗ് ഇടയ്ക്കിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഇത് കണ്ടില്ലേ, ആ ഫോട്ടോ മുഴുവൻ വ്യത്യസ്ത തരം ഇലക്ട്രോണിക് സിഗരറ്റാണ്.
ഒരു പെണ്ണിന്റെ മുടി പോലെ തോന്നാം, അല്ലെങ്കിൽ പെൺഡ്രൈവ് പോലെയൊക്കെ തോന്നാം. ഇലക്ട്രോണിക് സിഗരറ്റ്, ഈ സിഗരറ്റ് എന്ന് പറയും. പിന്നെ സാധാരണ കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ആശിഷ്, ഹെറോയിന്, മെത്ത്, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് MDMA എന്ന് പറഞ്ഞിട്ട് രാസലഹരി. അതാണ് അത്ര ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പൊ പണ്ടൊക്കെ കഞ്ചാവായിരുന്നു വലിയൊരു സംഭവം, പക്ഷെ ഇപ്പൊ കഞ്ചാവ് ഒന്നുമല്ല എന്നുള്ള പോലെയാണ് പറയുന്നത്. കഞ്ചാവ് അടിച്ചാൽ അതിന്റെ കെക്ക് 4-5 മണിക്കൂർ കൊണ്ട് രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് മാറുന്നത്. ഇതടിച്ചാൽ ആള് ഭയങ്കര അബ്നോർമലാണ്. നിങ്ങൾ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടാവും, ഒരു കഴിഞ്ഞ മാസം ഇറങ്ങിയ ഒരു വീഡിയോ. കണ്ണൂർ വളപട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി, ഹിന്ദിക്കാരൻ, ഒരു യുവാവ് MDMA അടിച്ചിട്ട് ലെഗ് കെട്ടിട്ട് ബോധമില്ലാതെ മദ്യക്കുപ്പി അടിച്ച് പൊട്ടിച്ചിട്ട് ആ കുപ്പീനെ കൊണ്ട് സ്വന്തം കഴുത്ത് മുറിച്ചിട്ട് ഇങ്ങനെ മുറിക്കുന്നു റോഡ് വന്ന്. അപ്പൊ ആൾക്കാരൊക്കെ കൂടി, പോലീസൊക്കെ കൂടി, പോലീസുകാർക്ക് ഇങ്ങനെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നാട്ടുകാർ വന്ന് അടിക്കുന്നുണ്ട്. അടിക്കുമാറ്റം വീട് ചത്തുപോയെങ്കിൽ കേസായിട്ട് പോലീസ് അങ്ങനെ അടിക്കുന്നുമില്ല. കണ്ടു നിൽക്കാൻ പറ്റൂല, സ്വന്തം കഴുത്ത് കുപ്പീനെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കുന്നത്. ആ വീഡിയോ ഒന്നും ഞാൻ മനഃപൂർവ്വം കാണിക്കാത്തതാണ്. നമ്മളിങ്ങനെ ബേജാറാൻ വേണ്ടിയിട്ടല്ലല്ലോ വന്നത്, നമുക്കിതെങ്ങനെ തടയാമെന്നുള്ളതാണ് നമ്മളെ ചിന്ത. അത് MDMA അടിച്ചാൽ മനുഷ്യൻ മൃഗമായിട്ട് മാറും. നമ്മൾ മൃഗത്തിൽ നിന്ന് ഉണ്ടായത് കാരണം നമ്മൾ എത്ര മുന്തിയ 2500 രൂപേന്റെ ഷർട്ട് ഇട്ടാലും നമ്മളെ ഉള്ളിൽ മൃഗത്തിന്റെ അംശം നമ്മുടെ ബ്രെയിനിലുണ്ടത്ര. അത് നമ്മൾ ബോധം കുറച്ച് പോകുന്ന സമയത്ത് ആ മൃഗം പുറത്തു വരും. അങ്ങനെയാണ് ഈ 6 മാസം പ്രായമുള്ള കുട്ടീനെല്ലാം ഇങ്ങനെ ക്രൂരമായിട്ട് പലതും ചെയ്യുന്നത്. അപ്പൊ മനുഷ്യനല്ലാണ്ടായി. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിക്കണോ വേണ്ടിയോ എന്ന് സ്വയം തിരിച്ചറിയാൻ പറ്റണം. ആ അവയർനെസ് ആണ് ഇല്ലാണ്ടായിപ്പോയത്. പിന്നെ അതുപോലെ പല ഡിപ്രഷനിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകളും കുറെ ഗുളികകളും ഒന്നിച്ച് വാങ്ങിയിട്ട് പൊടിച്ചിട്ട് കലക്കിയിട്ട് കുടിച്ചാൽ കിക്കാവും. അതുകൊണ്ട് തന്നെ ഈ മാനസികത്തിന്റെ ടെൻഷൻ്റെ ഒക്കെ പല മരുന്നുകളും സ്ലിപ്പില്ലാതെ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ കിട്ടൂല. അതിങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതാണ്. ആന്റി ഡിപ്രസന്റ് ആയിട്ടുള്ള മരുന്നുകൾ, പെയിൻ കില്ലേഴ്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇവര് ഇങ്ങനത്തെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം. തമാശയാണ്. ഞാൻ ചൂളമടിച്ചാൽ എല്ലാ പെണ്ണും എൻ്റെ അടുത്തേക്ക് ഓടി വരും, ഭർത്താവ് അടുത്തുണ്ടെങ്കിൽ പോലും. എന്താ സാധനം? ഞാൻ ചൂളമടിച്ചാൽ എല്ലാ പെണ്ണും എൻ്റെ അടുത്തേക്ക് ഓടി വരും, ഭർത്താവ് അടുത്തുണ്ടെങ്കിൽ പോലും. അപ്പൊ ഞാൻ ആരാ? ഞാനത് കാണിച്ചത് കണ്ടുവരെ. പ്രഷർ കുക്കർ. ഈ പ്രഷർ കുക്കർ പറക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? ആരെങ്കിലും കേട്ടിനാ? ഒരു 10 വർഷം മുമ്പേ എൻ്റെ സഹോദരി തലശ്ശേരിയിൽ അവരെ വീട്ടിൽ പ്രഷർ കുക്കർ ഇങ്ങനെ എയറിൽ പറന്നു എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കില്ല. 1-2 കിലോ വെയിറ്റുള്ള സാധനം ഇങ്ങനെ പറക്കുന്നത്. പണ്ട് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ എയറോപ്ലെയിന്, ഹെലികോപ്റ്ററെല്ലാം ചാവി കൊടുക്കുന്നതായാലും ബാറ്ററി ഇട്ടാലും നിലത്തേക്ക് കൂടി ഇങ്ങനെ ഉരുളും, അതിന്റെ മേലത്തെ ഫാൻ ഇങ്ങനെ തിരിയുന്നല്ലാണ്ട് ഇപ്പോഴത്തെ പോലെ ഇപ്പം പുതിയ ഹെലികോപ്റ്റർ, കളിക്കുന്ന ഹെലികോപ്റ്റർ, ഇങ്ങനെ പറക്കുന്ന ഹെലികോപ്റ്റർ ഇപ്പം ഉണ്ട്. ചൈനന്റെ 1000-2000 രൂപക്കെല്ലാം വീട്ടിൽ. ഈ കുക്കർ പറക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കഞ്ഞി വെക്കുന്ന സമയത്ത് കുക്കർ വിസിൽ കേടുവന്നു. കുക്കറിന്റെ വിസിലിന് കേടുവന്ന് വിസിലടിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ പണിക്കാരത്തി അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഈ കുക്കർ സ്റ്റൗവിന്റെ മേലെ നിന്ന് പൊങ്ങിയിട്ട് ഹെലികോപ്റ്റർ പോലെ റൂമിൽ ഇങ്ങനെ പറക്കുന്നത്. കുക്കറിന്റെ വിസിൽ അടിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സാധാരണ നിങ്ങളെല്ലാം കുക്കർ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. കുക്കറിന്റെ വിസിൽ കേടുവന്നു. ചിലപ്പോൾ അതിൻ്റെ അകത്ത് എച്ചിലൊക്കെ ചോറിൻ്റെ വട്ടൊക്കെ അടിഞ്ഞാൽ ചിലപ്പോൾ കുക്കർ വിസിലടിക്കൂല, പൊട്ടും. അങ്ങനെ പൊട്ടുന്നതിന് അതിനൊരു സേഫ്റ്റി വാൾവ് ഉണ്ട് സൈഡിൽ സാധാരണത്തിൽ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വിസിലടിച്ചിട്ടില്ലെങ്കിൽ ആ സേഫ്റ്റി വാൾവ് ഉരുക്കിയിട്ട് അതിൻ്റെ കൂടി വരും സാധാരണത്തിൽ. എല്ലാവരുടെയും അങ്ങനെയാണ്. അതും അടഞ്ഞു പോയി, അതും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുക്കർ പൊട്ടിത്തെറുക്കും തീർച്ചയായിട്ടും. ഈ പൊട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് വീട്ടിൽ ഇങ്ങനെ പറന്ന് നടന്നത്. ഒരാളോട് പറഞ്ഞാലും വിശ്വസിക്കൂല. 2 കിലോ വെയിറ്റുള്ള കുക്കർ കഞ്ഞി അടക്കം റൂമിൽ പറന്ന് നടന്നു പറഞ്ഞാൽ കൈ കൊണ്ട് തട്ടിയിട്ട് പണിക്കാർക്ക് ഓടിക്കളയും. ഈ കുക്കർ പോലെയാണ് മനുഷ്യരുടെ മനസ്സ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ പ്രഷറാണ്. പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ആരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ചതി, വഞ്ചന, അങ്ങനെ ടെൻഷൻ ആകുമ്പോഴത്തേക്ക് ഈ കുക്കറിന്റെ അവസ്ഥയാവും മനുഷ്യന്റെ മനസ്സിന്.
അതേപോലെ തന്നെയാണ് പടക്കം. ഒരു പടക്കം, ആ പടക്കത്തിന് നമ്മൾ തീ കൊടുത്താൽ എന്താവും? പടക്കത്തിന് തീ കൊടുത്താൽ പൊട്ടും. അപ്പോൾ സാധാരണ യുവാക്കൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ ഞാൻ അതിനൊരു സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ട് പറയുന്നത്, ആ പടക്കത്തിൻ്റെ പുറത്തെ കവറില്ലേ, ആ കവറാണ് ആ യുവാവിൻ്റെ മനസ്സ്. അതിൻ്റെ അകത്തുള്ള വെടിമരുന്നാണ് ഇമോഷണൽ ആയിട്ടുള്ള സപ്രസ്ഡ് ഫീലിങ്സ്, അതായത് മനസ്സിൽ അടിച്ചമർത്തി വെച്ച വികാരങ്ങൾ. ഈ തീ എന്താണ്? പുറത്തുനിന്ന് സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ചൂടായിട്ട് സംസാരിക്കുമോ പ്രകോപിപ്പിക്കുമോ, ചെറിയൊരു സന്ദർഭം. അപ്പോൾ ഒരു യുവാവിൻ്റെ മനസ്സ് വെടിമരുന്ന് പോലെ, അതായത് തലച്ചോറിലെ വെടിമരുന്ന് പോലെയാണ് ഇവർ ഈ വികാരങ്ങൾ അടക്കി വെച്ചിട്ടുള്ളത്. ഏത്? ദേഷ്യം, കോപം, അങ്ങനത്തെ. ഇപ്പോൾ പത്രത്തിൽ വായിക്കുമെന്ന് 4 പേര് ചേർന്ന് റാഗ് ചെയ്ത് ഒരു കുട്ടിയെ കൊലപ്പെടുത്തി. ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു പെൺകുട്ടിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. 10 വർഷം മുമ്പാറ്റം ആ കുട്ടി നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് സീനിയേഴ്സ് കൂടിയിട്ട് ഈ കക്കൂസ് കഴുകുന്ന ലോഷൻ നിർബന്ധമായിട്ട് കുടിപ്പിച്ചിട്ട് വയറൊക്കെ കത്തിപ്പോയി ഒരു ജോലി ചെയ്യാൻ പറ്റും, കിടപ്പിലാണ്. ഒരു പെൺകുട്ടി 19 വയസ്സായിട്ട് കേരളത്തിൽ. അങ്ങനെ എത്രയോ ആളുകൾ റാഗിങ്ങിൻ്റെ ഇരയായിട്ട് ജീവിത ചവമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു റാഗ് ചെയ്ത ആളുകളെ ഒരു ന്യൂസ് പത്രത്തിൽ വരുവാണ്. 3-4 ദിവസം നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ എന്താവും? 5-ാം ദിവസം അവരുടെ രക്ഷിതാക്കൾ പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലീസിന് പൈസ കൊടുത്തിട്ട് കേസെല്ലാം തിരിഞ്ഞു വായിച്ച് പുറത്തെടുക്കും. അപ്പോൾ ഈ കുട്ടിക്ക് സമൂഹത്തിനോട് ഭയങ്കര ധാർമ്മിക രോഷമുണ്ടാവും. ഈ നാട്ടിൽ നടക്കുന്ന അഴിമതി അക്രമമെല്ലാം കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ അക്രമത്തിലേക്ക് ഈ MDMA ലഹരിയോ അടിക്കുമ്പോഴത്തേക്ക് അതിനെതിരെ പ്രതികരിക്കാനൊക്കെ തോന്നും. ഇപ്പോൾ നക്സലൈറ്റുകൾ, തീവ്രവാദികൾ, ഞാൻ അവരൊന്നും ന്യായീകരിക്കുന്നില്ല. അവരൊക്കെ ചരിത്രം നോക്കിയാൽ അവരൊക്കെ നല്ല മനസ്സുള്ള ആളായിരിക്കും. അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഭയങ്കര പീഡനോ കഷ്ടമോ ആയിട്ടാണ് അവർ അവസാനം തോക്കെടുത്ത് പോയിട്ടുണ്ടാവുക. നല്ല ആൾക്കാരാണ് പ്രതികരിക്കുക. നമ്മളിപ്പോൾ നാട്ടിൽ എന്ത് കിടന്നാലും അതൊക്കെ സാധാരണയാണ്, അതിനിപ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൗകര്യത്തിൽ നമ്മൾ AC ചെയ്തിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഈ കുട്ടിക്ക് സമൂഹത്തിൽ നടക്കുന്ന പല ഈ അഴിമതികളോടും ചിലപ്പോൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് അതെല്ലാം പുറത്തേക്ക് വരും ഈ മരുന്നൊക്കെ അടിക്കുന്ന സമയത്ത്. പിന്നെ ഡ്രഗ് അടിച്ചിട്ടാകുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ, അതായത് സാധാരണ കണ്ടാൽ നമുക്ക് സംശയിക്കേണ്ട കാര്യങ്ങൾ. കണ്ണ് എപ്പോഴും ചുവന്നിട്ടുണ്ടാവും, അത്രേ. എപ്പോഴും ഭയങ്കര ക്ഷീണം, അല്ലെങ്കിൽ ശരീരം ശോഷിച്ചു പോകും, വെയിറ്റ് ലോസ്, ഭയങ്കര ദേഷ്യം, പുതിയ സുഹൃത്തുക്കൾ, വീട്ടുകാരുമായിട്ട് എപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നിൽക്കുന്നത്, പഠിക്കുന്ന കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല, ലൈങ് ആൻഡ് ബഗ്ഗിങ്, അതായത് എന്തെങ്കിലും കളവ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് മുങ്ങുക, അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് മറ്റേതാണ് കളവ് പറഞ്ഞിട്ട് മുങ്ങി നടക്കുക. അങ്ങനത്തെ ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. അതേപോലെ വയലൻ്റ് ആകുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് വേഗം ദേഷ്യം പിടിക്കുക, അഗ്രസീവ് ബിഹേവിയർ, മറ്റുള്ളവരെല്ലാം ദ്രോഹിക്കുക, പിന്നെ ആയുധങ്ങളോട്, തോക്ക്, കത്തി അങ്ങനത്തേനോടൊന്നും ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ വീട്ടിലും സ്കൂളിലെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക്. അങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം കാണിക്കുമ്പോൾ ഇവരിങ്ങനെ വയലൻസിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള പോലെ നമുക്ക് സംശയിക്കാം. ഇതെല്ലാം പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മൾക്കിപ്പോൾ ഇതിന് സൊല്യൂഷനായിട്ട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കളോട് സംസാരിക്കണം. 24 മണിക്കൂറിൽ ഒരു 24 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് അന്നത്തെ വിശേഷങ്ങൾ ചോദിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. അല്ലാതെ അച്ഛനും അമ്മയും 2 ലക്ഷം റുപ്യേൻ്റെ 3 ലക്ഷം റുപ്യേൻ്റെ ജോലിയുണ്ട്, അതാണ് ഇതാണ്, പല കാര്യങ്ങളും പ്രൊമോഷനാണ്, ഡെപ്യൂട്ടേഷനിലാണ്, അവിടെയാണ് ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് മക്കളെ നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് നടന്നാൽ അവസാനം ഇങ്ങനെയല്ല. നമ്മളവർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കണം. എന്തെങ്കിലും ഒരു പണിയെടുക്കുന്നതിൻ്റെ ഇടയിലല്ലാണ്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ, ഭക്ഷണം കഴിക്കുമ്പോൾ ചെയ്യാമല്ലോ. നമ്മളെപ്പോഴും അവർക്കൊരു മോഡലാവാം. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക, ഇടയ്ക്കിടെ ബാഗ് ചെക്ക് ചെയ്യുക. ഈ ഇപ്പം പറഞ്ഞ ഇലക്ട്രോണിക് സിഗരറ്റൊക്കെ കാസർഗോഡ് പല സ്കൂളിലെ കുട്ടികളെടുക്കുന്നു, ഡെയിലി കണ്ടെടുത്തോണ്ടുള്ളതാണ്. എൻ്റെ ഭാര്യ ടീച്ചറാണ്, ചെർക്കള ഹൈസ്കൂളിലെ ടീച്ചറാണ് എൻ്റെ ഭാര്യ. അവളെപ്പോഴും പറയും ഇങ്ങനെ പല സ്കൂളിൽ നിന്നും ഇങ്ങനെ കണ്ടെടുക്കുന്നുണ്ട് ഈ സിഗരറ്റ്. ചെറിയ കുട്ടികൾ 8-ലും 9-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എടുക്കുന്നു. അപ്പോൾ
ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവര് അറിയാനോ കാണാനോ പാടില്ല. അവരെ സംശയമുള്ള പോലെ നിങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. അതായത് ഒരു 15-20 വയസ്സിൻ്റെ ഇടയിലൊക്കെ കുട്ടികൾ അവർക്കൊരു വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, മറ്റേത് മറിച്ചത് നോട്ട് 100 റെസ്ട്രിക്ഷൻ വെച്ചാൽ ആ നിയമം പൊളിക്കാൻ വേണ്ടിയിട്ട് സ്പ്രിങ് പോലെ പിള്ളേർക്കൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അങ്ങനെ പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പിള്ളേരെടുത്ത് നമുക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. അത് നയപരമായിട്ട് നോക്കിയും കണ്ടും ചെയ്യാനേ പാടില്ല. കുട്ടികൾക്ക് സംശയമുണ്ട് എന്ന് തോന്നാൻ പാടില്ല. കുട്ടികളില്ലാത്തപ്പം വേണം അവരെ റൂം, അൾമാറ, ഡ്രസ്സ് വെക്കുന്നിടക്കെല്ലാം നോക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആരോഗ്യകരമായ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ താല്പര്യരാക്കുക, ഇൻട്രസ്റ്റഡ് ആക്കുക. മോൻ സൈക്കിൾ കളിച്ചോ, അല്ലെങ്കിൽ നീന്താൻ പോയിക്കോ, ഫുട്ബോൾ കളിച്ചോ, ഗെയിം കളിച്ചോ. അങ്ങനെ കുട്ടികൾക്ക് ഒന്നിനും താല്പര്യമില്ല. മൊബൈൽ നോക്കിയിട്ട് വീട്ടിലിരിക്കാൻ മാത്രമാണ് താല്പര്യം. അയൽവക്കക്കാരോടൊപ്പം കളിക്കണമെന്നോ. പണ്ടൊക്കെ ക്ലബ്ബുകളുണ്ടായിരുന്നു, രാഷ്ട്രീയമോ മതമോ ഒന്നും ഇല്ലാത്ത ക്ലബ്ബുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊക്കെ ഇവിടെ കാസർഗോഡ് എപ്പോൾ ഒന്നിക്കലും മതത്തിന്റെ പേരിലുള്ള ക്ലബ്ബാവോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ക്ലബ്ബാവോ. അവിടെ ക്ലബിലുള്ള ആണെന്ന് വെച്ചാൽ ഓണാഘോഷം, ന്യൂ ഇയർ സെലിബ്രേഷൻ, ക്രിസ്മസ്, അങ്ങനെയൊക്കെ ആ നാട്ടിലുള്ള ആൾക്കാർ കുട്ടികളെല്ലാം ആയിട്ട് കമ്പനി ഉണ്ടാവും. പണ്ട് പല ഇങ്ങനെ മത്സരങ്ങൾ, കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നത്. അമ്പലത്തിലെ പള്ളിയിലെ ഉത്സവങ്ങളല്ലാണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പല സംഭവങ്ങളും പണ്ട് 10-25 വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഈ കലാ, സാഹിത്യം, സംഗീതം അങ്ങനത്തേലൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ മുളയിലെ നുള്ളിക്കളി. സാധാരണ ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് ചിത്രം വരയ്ക്കുകയോ പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് പഠിക്കുക എന്ന് പറയും. നമ്മളെ കണ്ണിൽ ഈ എൻട്രൻസ് എഴുതിയിട്ട് ഡോക്ടറായാലും മാത്രമേ ജീവിതം വിജയിക്കൂ. അയാൾ ചിലപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആവും, നല്ലൊരു എഴുത്തുകാരനാവും. നല്ല കഴിവുണ്ടെങ്കിൽ അതിൽ തന്നെ ഇൻവോൾവഡ് ആവണം. അല്ലാണ്ട് പഠിക്കേണ്ട സമയത്ത് ചിത്രം വരച്ച് കളിക്കണം എന്നല്ല പറയുന്നത്. ഒരു കഴിവുമില്ലാത്ത ഒരു കുട്ടിയും ഈ ഭൂമിയിലില്ല. ചിലർക്ക് ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടാവും, പാട്ട് പാടാൻ കഴിവുണ്ടാവും, നന്നായി സംസാരിക്കാൻ കഴിവുണ്ടാവും. അപ്പോൾ കുട്ടിയുടെ കഴിവുകൾ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഇപ്പോൾ വളരെയധികം സന്തോഷമായി എനിക്ക് ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞ പരിപാടി ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആ കുട്ടികൾ ഭയങ്കര സ്മാർട്ടായി. എനിക്ക് അത്ഭുതം തോന്നി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവരെപ്പോഴും ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹമായി. ഞാൻ ആ മാഷത്തെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ സാധാരണ രീതിയിൽ രക്ഷിതാക്കളാണ് നുള്ളിക്കളയുന്നത്. എപ്പോൾ കുട്ടീനെ കണ്ടാലും പോയിരുന്ന് പഠിക്കണം പറയും. അപ്പോൾ അച്ഛനും അമ്മയും കാണുന്നതേ പിള്ളേർക്ക് ഇഷ്ടമില്ലാണ്ടാവും. എപ്പോഴും അങ്ങനെ പറഞ്ഞുകൂടാ. അതുപോലെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ നിന്റെ എല്ലാം പ്രായത്തിൽ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ തന്ത വൈബ് എന്ന് പറയും ഇവർ. അപ്പൊ അവരോട് ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാ. അവരോട് യോയോ സ്റ്റൈലിൽ മാത്രം പെരുമാറാൻ പാടില്ല. അവരുടെ സ്റ്റൈലിൽ നമ്മൾ നിന്നാൽ മാത്രമേ, സ്നേഹത്തിൽ അവരോട് നിന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. പേടിപ്പിച്ചിട്ട് പിള്ളേരെ നേരെയാക്കാൻ വേണ്ടി പറ്റൂല. എത്ര തന്നെ ശ്രമിച്ചാലും പറ്റൂല. കൗമാരപ്രായം കഴിഞ്ഞവരോട് നമ്മൾ കയർത്ത് സംസാരിക്കുമ്പോൾ അവരതൊരു വെല്ലുവിളിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അവര് കലാ, സാഹിത്യം, സംഗീതം ഇങ്ങനത്തെ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഗവൺമെന്റ് എടുത്തോണ്ടുള്ളത്. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് എന്ന് പറഞ്ഞ പോലുള്ള പല സംഭവങ്ങളും ഇവിടെ കാസർഗോഡ് നടക്കുന്നുണ്ട്. പോലീസ് അതിശക്തമായ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് മാത്രം വിചാരിച്ചാലോ വീട്ടുകാർ മാത്രം വിചാരിച്ചാലോ ഒന്നും നടക്കൂല. അധ്യാപകരും എല്ലാവരും സമൂഹത്തിൽ അവർ വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ആപത്തുനിന്ന് ഇവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവർ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വില്ലേജിലും വാർഡ് തലത്തിൽ സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് ഈ മയക്കുമരുന്നിൽ അടിക്കുന്ന ആൾക്കാർ ഈ മതിലിൻ്റെ മേലെയും ഓരോ ആളില്ലാത്ത വീട്ടിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കമ്പനി കൂടുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കുക. ആ സമയത്ത് ഇങ്ങനെ കാറും ബൈക്കെല്ലാം വരുന്നത് എപ്പോഴും നോക്കിയാൽ നമ്മളെ വീട്ടിൻ്റെ ചുറ്റും അയൽവക്കത്തെല്ലാം ഇങ്ങനെ സംശയിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ നമ്മൾ സാധാരണ ഇതിൽ ഇടപെടില്ല. അതിലെല്ലാം ഇടപെട്ട് നമുക്ക് എന്തെങ്കിലും ആയി പോകണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് കണ്ണ് തുറക്കുക. ഒരു മോഹൻലാലിൻ്റെ പുതിയ പരസ്യം കാണിക്കുന്നുണ്ട് ഇപ്പോൾ സിനിമയിൽ, ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ പോയാൽ കാണാം. ഇതേപോലെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് അയൽവക്കക്കാരൻ്റെ മോഹനല്ലേ, അവരെന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കും. അപ്പോൾ യോദ്ധാവ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്. ഈ ഇമാതിരി ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി ഒന്നും അവർ ചോദിക്കൂല, അറിയൂല. അവരതിന് വേണ്ടുന്ന ചെക്കിങ് നടത്തുന്നതാണ് പറയുന്നത്. പോലീസും എക്സൈസിൻ്റെയും പട്രോളിങ് കൂട്ടുക.
പിന്നെ ഇതുപോലെ സ്കൂളിലും കോളേജിലും ഇതിനെതിരെയുള്ള അവയർനെസ് ഉണ്ടാക്കുക, ഒരുപാട് ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ടാക്കുക, ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് അങ്ങനത്തെ എല്ലാം, പിന്നെ കൗൺസിലിംഗ് സെന്റേഴ്സ്. ആരെങ്കിലും അറിയാതെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡോസ് MDMA മറ്റോ അടിച്ചു പോയെങ്കിൽ ആ കുട്ടികൾക്ക് അച്ഛനോടോ അമ്മയോടോ വന്നിട്ട് തുറന്ന് പറയാനുള്ളൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടാവണം. ഞാനിങ്ങനെ അറിയാണ്ട് കുട്ടികൾ നിർബന്ധിച്ചപ്പോൾ ഇങ്ങനെ ചെയ്തു പോയി, ഞാൻ ഇനി ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അത്രയും, അതായത് അച്ഛനും അമ്മയും അറിയണം ഈ കുട്ടിക്ക് ഏറ്റവും വലിയ സുഹൃത്ത് എന്നാണ് പറയുന്നത്. പറയാൻ എളുപ്പമാണ്, പക്ഷെങ്കിൽ നമ്മൾ ആ വിധത്തിൽ മാറണം. മാറിയിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഒരുപാട് കളിക്കാൻ വേണ്ടി പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുക, ഒരുപാട് ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാക്കുക, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാക്കുക. അപ്പൊ ഇവരുടെ ഈ ശ്രദ്ധ ഈ മയക്കുമരുന്നടി അല്ലെങ്കിൽ ഡ്രിങ്കിങ് എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് മറ്റ് പല വിധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഉച്ചയാണ്, ഭയങ്കര ചൂടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പുതിയ സജഷൻസ് പറയാനുള്ളത് പറയാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. അതിന് അതിൻ്റെതായ സീരിയസ്നെസ്സിൽ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഭാവി കാര്യം വളരെ മോശമായി പോകും. നിസ്സാര കാര്യങ്ങൾക്കാണ് ഈ കുട്ടികളെ ആളുകളെ കൊല്ലുന്നത്. ഒരു ഉറുമ്പിനെ കൊല്ലുന്ന ലാഘവത്തിലാണ് ആളുകൾ ഇങ്ങനെയും അക്രമം കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ചെറിയൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, കൊറോണയ്ക്ക് ശേഷം മൊത്തത്തിൽ മനുഷ്യന്മാരുടെ ബ്രെയിനിൽ ചെറിയ മാറ്റം വന്നിന്. ഈ കുട്ടികൾ മാത്രമല്ല, എല്ലാവർക്കും കുറച്ച് ദേഷ്യം, പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. അത്ര ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട്, ജെൻസിനൊക്കെ മറ്റ് പല വിഷമങ്ങൾ ഒക്കെ അനുഭവിക്കുന്നുണ്ട് കൊറോണയ്ക്ക് ശേഷം. ആ ബ്രെയിനിലും ചെറിയ മാറ്റങ്ങൾ പൊതുവേ വന്നിട്ടുണ്ട് എന്നൊക്കെ ഡോക്ടേഴ്സ്, മെഡിക്കൽ ആളുകൾ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിന്റെ വിഷയം എനിക്കൊരു 3 ദിവസം മുമ്പാണ് കിട്ടിയത്. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിങ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ സമയത്തിനുള്ളിൽ തട്ടിക്കൂട്ടിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. പിന്നെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ അധികം സെർച്ച് ചെയ്തിട്ടില്ല. MDMA ചിത്രങ്ങളെല്ലാം നോക്കുമ്പോൾ കളറ് ജംസ് പോലെ, കളറ് മുട്ടായി പോലെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ചിലയാൾ പറയുന്നത് വൈറ്റ് ലൈന് മാതിരി. ഭീഷ്മപർവം എന്നുള്ള ഒരു സിനിമ ഉണ്ട്, ആരെങ്കിലും മമ്മൂട്ടിയുടെ. അതിനകത്ത് ഒരു നായകൻ ഷൈൻ ടി ചാക്കോ എന്ന് പറയുന്ന കഥാപാത്രം കൈയിന്റെ പുറത്ത് ഇങ്ങനെ ഒരു 3 ലൈന് പൊടിയിട്ടിട്ട് ഇങ്ങനെ മൂക്കിൽ വലിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ചിത്രങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ട് പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് തന്നെ പേടിയായി. ഞാനിതെല്ലാം നോക്കിയിട്ട് പോലീസ് എന്നെ പൊക്കുമെന്ന് വെച്ച്. അങ്ങനെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഒരു വർക്കിംഗ് ടൈമിൽ, അത് ശനിയാഴ്ച ഉച്ചക്ക് ഈ ചൂടത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യം കേൾക്കാൻ വേണ്ടി ക്ഷമയോടെ ഇത്രയും നേരം ഇരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്നിട്ട് 2 വാക്ക് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. ഒരു ഫീഡ്ബാക്ക് ഫോം ഉണ്ട്, ഒന്ന് ഫില്ല് ചെയ്ത് തന്നാൽ സന്തോഷം. അഭിപ്രായങ്ങൾ പറയുന്നവർക്ക് അഭിപ്രായം പറയാം, എന്തും പറയാം. ഹലോ, രാജേന്ദ്ര സാർ നമുക്ക് ഇതിന് ലഹരിനെ കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും നേരം ഇത്രയും നന്നായിട്ട് സാറിന് ആവുന്ന വളരെ കുറഞ്ഞ സമയത്തിൽ പറയാൻ പറ്റുന്ന വിധത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നതിന് സാറിനോട് എല്ലാവിധ നന്ദിയും അറിയിക്കും. ഇതിലൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ട്രെയിനിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും അഭിപ്രായം പറയാം.
ഹലോ, പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ. ഇതുപോലുള്ള ട്രെയിനിങ്ങുകൾ എവിടെയെങ്കിലും സ്കൂളിലോ കോളേജിലോ ഏതെങ്കിലും ക്ലബുകളിലോ നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്നെ വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ട് സ്ക്രീനിൽ, 8281854916. ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സാന്ദ്ര ജ്വല്ലറി, താലൂക്ക് ഓഫീസിൻ്റെ മുന്നിൽ, അവിടെ ഉണ്ടാവും എപ്പോഴും.